ഒന്നെങ്കിൽ നീ പ്യൂർ പെന്തിക്കോസ് ആയിരിക്കണം. വേർപാട് പാലിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ദൈവത്തിന്റെ മകത്ത് ഇത് വേർപാടിന്റെ ഉപദേശമാണ്. അധിക നാള് നിന്നെ നീ വെച്ചോണ്ടിരിക്കത്തില്ല, ഉമിണ്ട് കളയുമെന്ന്. നീ ജീവിതത്തിൽ ഉഴപ്പി തള്ളി പോകുകയാണെങ്കിൽ അലസനായിട്ട് മടിയോടെ ഉദാസനയോടെ നാടോടുമ്പോൾ നടുക്കൂടെ കയറി ഓടുകയും ചേരത്തിനെന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ നടുത്തുണ്ടം വെട്ടി അടിക്കുകയും നീ പ്രമാണം കാക്കാതെ വേർപാട് കാക്കാതെ ദൈവത്തെ ആരാധിക്കാതെ പ്രമാണത്തിൽ നിൽക്കാതെ നീ പോയാൽ അധിക നാള് നിന്നെ ഇവിടെ നിർത്തത്തില്ല, ഉമിണ്ട് കളയും. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ നമുക്കറിയാം ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകത്തെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. വെളിപ്പാട് പുസ്തകം തന്നെ പ്രത്യേക വിഷയമായിട്ടെടുത്ത് നന്നായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാര് ഉണ്ട്. വെളിപ്പാടും ദാനിയേലും കൂടെ ചേർത്ത് ഇണക്കി സംസാരിക്കുന്ന ധാരാളം കർത്തൃഭൃത്യന്മാരുണ്ട്. വെളിപ്പാട് പുസ്തകം മൊത്തം കാണാതെ പറയുന്ന ഒരാളെ എനിക്കും അറിയാം. ഈ അടുത്ത കാലത്ത് അദ്ദേഹം കടന്നുപോയി. വെളിപ്പാട് പുസ്തകം മുഴുവൻ കാണാതെ പറയും. വെളിപ്പാട് പുസ്തകം കാണാതെ എഴുതുന്ന ഒരാളെ എനിക്കറിയാം. ചുരുക്കി പറഞ്ഞാൽ ഈ പുസ്തകത്തെ പറ്റി നന്നായിട്ട് പഠിക്കുന്നവരും പഠിച്ചവരും പഠിപ്പിക്കുന്നവരും ധാരാളമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ആ നിലയിൽ പഠിപ്പിക്കാനോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. എന്നെ കൊണ്ട് അത് ഒക്കത്തുമില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് നമുക്കറിയാം വെളിപ്പാട് പുസ്തകം. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം. ഇത് തമ്മിൽ വളരെ ബന്ധമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ പലതിന്റെ ആരംഭമാണ്, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പലതിന്റെ അവസാനമാണ്. അതെ, വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളാണ്. ഇതുപോലെ ഒരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല, ഇനി ആർക്കോട്ട് ഉണ്ടാക്കാൻ ഒക്കത്തുമില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഈ തിരുവെടുത്ത്, ഈ പുസ്തകം. നിങ്ങൾക്കറിയാം, ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് ഉദ്ദേശം 40 എഴുത്തുകാര് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ പല ഭൂഖണ്ഡത്തിൽ ഇരുന്ന് എഴുതിയവന്. ഈ 40 പേരിൽ മിക്കവരും തമ്മിൽ കണ്ടിട്ടില്ല. ഇന്നത്തെ പോലെ ആശയവിനിമയങ്ങളൊന്നും നടത്തിയിട്ടുമില്ല. ഇപ്പോഴത്തെ മാധ്യമങ്ങളോ രീതികളോ ഇല്ലാത്തത് കൊണ്ട് അന്യോന്യം മെസ്സേജ് കൊടുക്കാനോ കാണാനോ കൂടാനോ അറിയിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. തന്നെയല്ല, ഇവര് പലരും പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരാ. പക്ഷെ ഇവരെ ദൈവാത്മ പ്രചോദിതരായി ഇവർ ഈ പുസ്തകം എഴുതി, ഓരോ പുസ്തകവും എഴുതി. പക്ഷെ എഴുതി വന്നപ്പോൾ ഇതെല്ലാം ഒത്തിരിക്കുന്നുള്ളതാ ഇതിന്റെ വിശേഷത. നിങ്ങൾക്കറിയാം, ചരിത്രം പഠിക്കുന്നവർക്കറിയാം, മറ്റ് പുസ്തകങ്ങളൊക്കെ ഒരാളോ അല്ലെ 2 പേരോ അല്ലെ ഒരാൾക്ക് സഹായത്തിന് ഒരാളും കൂടി ഇരുന്ന് എഴുതിയല്ല. ചിലരെ പറഞ്ഞു കൊടുത്തു, ചിലരെഴുതി, ചിലരെ ഉദ്ദേശിച്ച കാര്യം അവര് പറഞ്ഞ കുഴപ്പടിയാന്ന് ഓർത്ത് വേറെ ആള് പറയുന്നതായിട്ട് ഈ കുഞ്ഞിനെ അതിന്റെ ചുമതലപ്പെട്ടവർ എടുത്തോണ്ട് പോയാണ്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാരാ? അവിടെ പോയി അവൻ അടങ്ങിയിരിക്കുന്നതാണോ അതോ പിന്നെ വരുമോ? ഇത് പറഞ്ഞു നിർത്ത സഭയിൽ നിന്ന് പിണങ്ങി പോകരുത്. നമ്മുടെ സഭയിൽ മെമ്പറാണ് അങ്ങനെ ഒരാൾ പിണങ്ങിപ്പോയി. തോട്ടക്കാർ പാവച്ചെന്നും പറഞ്ഞ അവർ അന്ന് രാത്രി തന്നെ വേറൊരു സഭയിൽ പോകും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പുസ്തകം അപ്പോൾ ഇവരിൽ പലരും തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷെ എഴുതി വന്നപ്പോൾ ഇത് ഒത്തെന്നുള്ളതാണ്. കാരണം ഇവരിൽ വ്യാപരിച്ച ആത്മാവ് ഒരൊറ്റ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. അതെ,
ഈ പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ 27, പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളാണ്. അങ്ങനെ മൊത്തം 66 പുസ്തകം. 40 എഴുത്തുകാര് ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് എഴുതി ക്രമപ്പെടുത്തിയതാ ഈ സത്യവേദ പുസ്തകം. എഴുതി വന്നപ്പോൾ ഒക്കുകയും ചെയ്തു. മറ്റേ പുസ്തകങ്ങൾ ഒരാൾ എഴുതിയതാ, അല്ലെങ്കിൽ സഹായത്തിന് ഒരാളൂടെ ചേർന്ന്, പക്ഷെ പലതും ഒക്കുന്നില്ലെന്നുള്ളതാ അതിന്റെ വേറൊരു ക്രമക്കേട്. എന്നാൽ ഇത് എല്ലാം കൃത്യമാണ്. ഉൽപ്പത്തിയിൽ എഴുതിയ ഒരു കാര്യം 1600 കൊല്ലത്തോളമായി വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോൾ അത് തിരുത്തേണ്ട ഗതികേട് ഈ പുസ്തകത്തിന് വന്നിട്ടില്ല. എഴുതിയത് അങ്ങനെ തന്നെ വെളിപ്പാട് വന്നപ്പോഴും. ധാരാളം ഉദാഹരണങ്ങളും തെളിവുകളും ഉണ്ട്. എല്ലാം പറയുന്നതിൽ ഒരു കാര്യം പറയാം. ഒരു കാര്യം, ആ 31:1 വായിച്ചോ. 31:1 വായിക്കുകയല്ലേ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന 31:1. വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോൾ അതിന് വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. വെളിപ്പാട് 4:11. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 വായിക്കുന്നത് ഇത് ദൈവം സൃഷ്ടിച്ചെന്നാണ്. ദീർഘവർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് തിരുത്തേണ്ട ഗതികളൊന്നും വന്നിട്ടില്ല. 1600 വർഷമായപ്പോഴും അങ്ങനെ തന്നെ തീർത്ത് വീണ്ടും പറഞ്ഞിരിക്കുന്നത്, കർത്താവ് നീ ആ സകലത്തെ സൃഷ്ടിച്ചവൻ. അതാ ഈ പുസ്തകത്തിന്റെ വിശേഷത. അല്ലാതെ ഉൽപ്പത്തിയിൽ അന്നേരത്തെ ഇളക്കത്തിന് പറഞ്ഞതാ നമുക്കത് വെട്ടിയേച്ച് വേറെ ആളാ കോടാലി എടുത്തെറിഞ്ഞപ്പോഴാ ഇതെല്ലാം ഉണ്ടായെന്ന് പറയേണ്ട ഗതികേട് ഈ പുസ്തകത്തിന് വന്നിട്ടില്ലെന്ന ഞാൻ പറഞ്ഞത് വിവരമുള്ളവർക്ക് മനസ്സിലായി കാണും. അതാണ് ഈ പുസ്തകത്തിന്റെ വിശേഷത, ദൈവത്തിന്റെ മഹത്വം. അല്ല വാക്കത്തേക്ക് തിണ്ണ ഇരുന്നെറിഞ്ഞപ്പം യാക്കോച്ചന്റെ പറമ്പിൽ ചെന്ന് വീണ് അങ്ങനാണ് ചെങ്ങന്നൂര് പൊങ്ങി വന്നത് എന്നൊന്നും എഴുതേണ്ട ഗതികേട് വന്നിട്ടില്ല. ഇത് ദൈവം സൃഷ്ടിച്ചതാ, അത് അങ്ങനെ തന്നെ, അതിനൊരു മാറ്റവുമില്ല. സ്തോത്രം. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി. നിർമ്മാണമായി വഞ്ചനയില്ലാത്തവനായി ഇഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, ഇഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഏകസത്യ ദൈവമൊന്ന്, ഏകരക്ഷിതാവും ഒന്ന്, ഏകസത്യ ദൈവം ഒന്ന്, ഏകരക്ഷിതാവും ഒന്ന്, ഏകസത്യ വേദമൊന്ന്, ഏകരക്ഷമാർഗമൊന്ന്, ഏകസത്യ വേദമൊന്ന്, ഏകര
മാർഗമുണ്ട്, ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ ഈ പുസ്തകം അത്രയ്ക്ക് ശ്രേഷ്ഠമേറിയ പുസ്തകമാണ്. ഞാൻ തെളിവിന് ഒരു കാര്യം പറഞ്ഞതുപോലെ 100 തെളിവുകളുണ്ട്. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞത് വെളിപ്പാടി വന്നപ്പോൾ തിരുത്തേണ്ട ഗതികൾ ഈ പുസ്തകത്തിന് വന്നിട്ടില്ല. അതങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ഈ ശ്രേഷ്ഠമേറിയ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം, ഒടുവിലത്തെ പുസ്തകം. നമുക്കറിയാം പുതിയ നിയമത്തിൽ 27 പുസ്തകം, പഴയ നിയമത്തിൽ എത്രയാ മോളെ? 39 പുസ്തകം, മൊത്തം 40 പുസ്തകം. അതില് പുതിയ നിയമത്തിലെ മൊത്തം 66 പുസ്തകം. അതിൽ പുതിയ നിയമത്തിലെ 27 പുസ്തകം ഏതാണ്ട് 8 എഴുത്തുകാർ ചേർന്ന് എഴുതിയതാണ്. പഴയ നിയമത്തിലെ 39 പുസ്തകം 32 പേര് ചേർന്നാണ് എഴുതിയത്. അതിൽ പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേര് എഴുതിയതാണ്. ആ 8 പേരിൽ എപ്പോഴും ഞാൻ പറയും, നിങ്ങൾക്ക് പറയുക 4 പേര് അപ്പോസ്തലന്മാരാ, 4 പേര് അപ്പോസ്തലന്മാരല്ല. ആ അപ്പോസ്തലന്മാര് 4 പേര് നമുക്കറിയാം. 1 മത്തായി, 2 യോഹന്നാൻ, 3 പത്രോസ്, 4 പൗലോസ്. അങ്ങനെ 4 അപ്പോസ്തലന്മാർ. 4 പേര് അപ്പോസ്തലന്മാരല്ല. ഇതൊക്കെ പെന്തിക്കോസുകാർക്ക് അറിയാം. നിങ്ങൾക്ക് വേണ്ടിയല്ല. അറിയാത്ത ആരെയും ഇവിടെ വരുവോ ദൂരെ നിൽക്കുകയോ ഇതിനകത്തൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിന് പറയുന്നതാണ്. നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പം എനിക്കും അറിയാം, എല്ലാം അറിയാം. നിങ്ങളിപ്പോ ഇരിക്കുന്ന ബലപ്പെടാനൊന്നുമില്ല. ഞാൻ പറയുന്ന ഒക്കുന്നുണ്ടോ എന്നാ. മുമ്പ് ഞാൻ 40 എന്ന് പറഞ്ഞപ്പോ കണ്ണി നോക്കുന്ന ഞാൻ കണ്ടു. എടാ തെറ്റിയിടാന്ന് ഞാനത് കണ്ടു. അപ്പൊ അതാ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. ഇടയ്ക്കിടയ്ക്ക് കൊട്ടുന്നു. അതാ. അപ്പൊ ശ്രദ്ധിക്കുക. അങ്ങനെ ഈ 8 പേര് ചേർന്ന് എഴുതിയ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ ഓർപ്പിച്ചല്ലോ. അതിൽ 4 പേര് അപ്പോസ്തലന്മാർ, 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാർ ഒന്നുകൂടെ പറയും. ആര്? 1 മത്തായി, 2 പത്രോസ്, 3 യോഹന്നാൻ, 4 പൗലോസ്. മറ്റു 4 പേര് അപ്പോസ്തലന്മാരല്ല. അത് മർക്കോസ്, ലൂക്കോസ്, യൂദ, യാക്കോബ്. അവർ 4 പേരും അപ്പോസ്തലന്മാരല്ല. എന്നാൽ ഇതിൽ 2 പേര് അപ്പോസ്തലന്മാരുടെ കൂടെ സന്തത സഹചാരികളായി ശുശ്രൂഷ ചെയ്തവരാ. അത് മർക്കോസും ലൂക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും ഏറെ സമയങ്ങളിൽ ശുശ്രൂഷ ചെയ്തവരാ. 2 പേര് അപ്പോസ്തലന്മാരല്ല, പക്ഷേ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരന്മാരാ. 1 യാക്കോബ്, 2 യൂദ. ഇങ്ങനെയാണ് ഈ 8 പേര് പുതിയ നിയമത്തിലെ 27 പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിൽ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ദൈവത്തിന് മഹത്വം. വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകം എഴുതിയത് ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് കർത്താവിന്റെ മഹത്വം. പല പുസ്തകം എഴുതിയിട്ടുണ്ട്. 3 ലേഖനം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സുവിശേഷ പുസ്തകവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3, 1, 4 ഇതുകൂടെ ചേർത്ത് 5. അപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം വളരെ ഈടുറ്റ പുസ്തകങ്ങളാണ്. അങ്ങനെ പറഞ്ഞ പുസ്തകത്തെ പറ്റി തന്നെ ഇന്ന് പറയേണ്ടി വരും. കർത്താവിന്റെ മഹത്വം. ഒടുവിലത്തെ പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇതൊക്കെ നന്നായി പഠിപ്പിക്കുന്ന, അനായാസേന ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പേടിച്ച ഈ പുസ്തകത്തിൽ തൊട്ടേക്കുന്നത് തന്നെ. കർത്താവിന് മഹത്വം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തോട്ടൊന്നും ഞാൻ വരത്തുമില്ല. സ്തോത്രം. നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് വേറെ ഭാഗമൊക്കെ ഇന്ന് തൊടുവാൻ, അതിലൊന്നും ഞാൻ കയറി തൊടുകയല്ല. അതൊക്കെ തൊടാൻ കഴിവുള്ളവരുണ്ട്. അവർ തൊടുകോ, തിരിച്ചാരെങ്കിലും കയറി തൊടുകോ ഒക്കെ അവർ ചെയ്തോളും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് ഇത് ആരുടെ വെളിപ്പാടാ? അമ്മേ, ഈ കണ്ണാടി അമ്മ ആരുടെ അമ്മ ഈ വെളിപ്പാട്? ഉറക്കെ പറഞ്ഞു. ശരിയാ, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. അങ്ങനെയാണല്ലോ പ്രാരംഭവാക്യം. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ കൂടാരപ്പള്ളി തൊമ്മന്റെ വെളിപ്പാടല്ല. മനസ്സിലായല്ലോ? കൂടാരപ്പള്ളി തൊമ്മന് പണ്ടൊരു വെളിപ്പാടുണ്ടായി, യേശു വരുന്നെന്ന്. തൊമ്മച്ചനത് കയറി, പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ അത് കയറി കീച്ചി
പാവം പിടിച്ച വിദ്വാൻകുട്ടി അത് വിശ്വസിച്ചു. അങ്ങേരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടെ കണ്ട് കൂടി എല്ലാവരും കൂടി ഒരു പ്രത്യേക സ്ഥലത്ത് ഒന്നിച്ചു കൂടി ഇപ്പം വരുമെന്നും പറഞ്ഞു. പാവത്തങ്ങളെല്ലാം കൂടെ കൂടി ഒന്നിച്ച് കാത്തിരുന്ന സമയത്ത് വന്നില്ല. വരാതിരുന്നപ്പോൾ പുള്ളി അല്പം സൂത്രബുദ്ധിയൊക്കെ പ്രയോഗിച്ചു. വേറൊരു വാക്യം പുള്ളി തപ്പിയെടുത്ത് വെച്ച് പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കും, കാണുകയില്ല, താനും രക്ഷപ്പെട്ടു. പിന്നെ പുള്ളി ഒരു പാട്ടുമൊക്കെ എഴുതിയെന്നാ പറയുന്നത്. നമ്മളത് എപ്പോഴും പാടാറുണ്ട്. ദൈവത്തിന് മകൻ എത്ര നാൾ ചതിച്ചുകൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചുകൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവേ നോക്കിക്കാണാൻ വാർത്തലത്തിൽ തുടിത, കർത്താവേ നോക്കിക്കാണാൻ വാർത്തലത്തിൽ തുടിത, കർത്താവേ നോക്കിക്കാണാൻ വാർത്തലത്തിൽ തുടിത. അതെ, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ കൂടാരത്തൊമ്മന്റെ വെളിപ്പാടനുസരിച്ച് പോയതെല്ലാം കുഴഞ്ഞു. അപ്പൊ ഇത് തൊമ്മന്റെയും പാപ്പന്റെയും ഒന്നും വെളിപ്പാടല്ല, പാപ്പന്റെ വെളിപ്പാടുമല്ല. ഏത് പാപ്പനാന്ന് എന്നോട് ചോദിക്കരുത്. അവര് എന്തിക്കാ ഇവിടെ എന്നാ പറയുന്നത്? അത് മാത്തിലാസനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. പൊതുവിൽ പറഞ്ഞ ഊടുപാട് തല്ല് മേടിക്കും. അതുകൊണ്ട് നിങ്ങൾ തല്ല് കൊള്ളാതിരിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തല്ല് കൊള്ളണോ വേണമെങ്കിൽ ഇപ്പൊ പറയാം. പുള്ളി പറഞ്ഞു, പുള്ളിക്ക് വയ്യ. അപ്പൊ ഇത് തൊമ്മന്റെ വെളിപ്പാടല്ല, പാപ്പന്റെ വെളിപ്പാടുമല്ല, അപ്പച്ചന്റെ വെളിപ്പാടുമല്ല. ദൈവത്തിന് എനിക്കും തല്ല് പേടിയാ. എന്നെ തല്ലിയാ നിന്ന് കൊള്ളുകല്ലാതെ ഓടാൻ പോലും കൊള്ള. അപ്പൊ ഇത് തൊമ്മന്റെ പാപ്പന്റെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ ഒന്നും വെളിപ്പാടല്ല, ഇത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. ദൈവത്തിന് മഹത്വം. അത് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാം അറിയാം. പിന്നെ ദൈവത്തിന്റെ മഹത്വം. ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്താ? വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്താ? വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം എന്താണ്? കായംഭാഷ പറയരുതേ. പലരും പല അഭിപ്രായങ്ങളാ പറയുന്നത്. ചിലർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം സമുദ്രത്തിൽ കയറി വരുന്ന മൃഗം. ചിലർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 13 ഏതാ? വെളിപ്പാട് 13 മൃഗം. ചിലർ പറയുന്നത് അതൊന്നുമല്ല, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മൃഗമല്ല, മൃഗത്തിന്റെ മേൽ ഇരിക്കുന്ന ഒരു തള്ള. അത് 17 വായിച്ചു. പിന്നെ അവൻ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. വലിയ ഭൂമിയിലെ രാജാക്കന്മാരുടെ വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്ന മഹാവേശ്യയെ ഞാൻ കാണിച്ചു തരാം. അടുത്ത വാക്യം. അവനെ ആത്മാവിൽ മരുഭൂമിയിൽ കൊണ്ടുപോയി
അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണ നാമങ്ങൾ പറഞ്ഞ കടും ചുമപ്പുള്ള ഒരു മൃഗത്തിന്റെ പുറത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നു. അല്ല, ആ മൃഗത്തിന്റെ പുറത്തിരിക്കുന്ന ഒരു അമ്മ. വായിച്ചോ. ആ സ്ത്രീ ധൂമ്രവസ്ത്രവും കടുചുമപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ച്. അപ്പോൾ മൃഗത്തിന്റെ കളറ് ചുമപ്പ്, അമ്മാമ്മയുടെ വസ്ത്രവും ചുമപ്പ്, കടും ചുമപ്പും ഒക്കെ ആയിട്ട് സഭായത്തിൽ വരുമ്പോ ഓർത്തവൻ ഇത് ഉള്ള ഒരാളാ. നമുക്ക് അത് പിന്നെ ഇച്ചിരി കഴിഞ്ഞ് ഞാൻ പറയാം. ഇച്ചിരി അവിടേക്ക് പോയത്. അപ്പൊ ചിലര് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം തന്നെ. വെളിപ്പാട് പുസ്തകത്തിൽ പ്രധാനമായിട്ട് 4 പെണ്ണുങ്ങളുണ്ട്. 4 പെണ്ണുങ്ങള്. എവിടുമാര്? 4 പേര്. സ്തോത്രം. മിക്ക സഭയിലും പ്രശ്നം ഉണ്ടാകുന്നത് 4 പെണ്ണുങ്ങളാണ്. നമ്മൾ വിഷയം ചോദിച്ചതും പറയാം, അത് തങ്കമ്മാമ്മ ആദ്യം പറഞ്ഞത്. തങ്കയോട് ചോദിക്കുമ്പോൾ തങ്ക പറയാം, അത് മേരി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഞാൻ പറയുന്നില്ല. ചോദിച്ച് നിങ്ങൾ വന്ന് സൂക്ഷ്മ മന്ദിര സ്ഥലത്ത് നിൽക്കും. വെളിപ്പാട് പുസ്തകത്തിലും പ്രധാനമായിട്ട് 3-4 സ്ത്രീകളുണ്ട്. ഒന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 2-ാം അധ്യായത്തിൽ ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. 2-ാമത്തെ ഒരു സ്ത്രീയാണ് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. 3-ാമത്തെ സ്ത്രീയാണ് ഇപ്പം വായിച്ചത്, മൃഗത്തിന്റെ പുറത്തിരിക്കുന്ന ഒരു സ്ത്രീ. 4-ാമത്തെ സ്ത്രീ വിശേഷതയുള്ളതാണ്. ദൈവത്തിന് മഹത്വം. അത് മണവാട്ടി സഭയാണ്. ദൈവത്തിന് മഹത്വം. വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം. അത് എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതൊക്കെ നന്നായിട്ട് ഞാൻ ഓർപ്പിച്ചില്ല. കൈകാര്യം ചെയ്യുന്നവരുണ്ട്, അവർ ചെയ്യട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ പലരും അഭിപ്രായപ്പെടുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മൃഗം, കയറി വരുന്ന മൃഗം. ചെല്ല് പറയുന്നത് മൃഗത്തിന്റെ പുറത്തിരിക്കുന്ന അമ്മ. ചെല്ല് പറയുന്നത് വെളിപ്പാട് 12 പറഞ്ഞിരിക്കുന്ന സ്ത്രീ, സൂര്യനെ അണിഞ്ഞ സ്ത്രീ, പാദത്തിലെ ചന്ദ്രൻ, പിന്നെ നക്ഷത്രമല്ല. ടിപിയക്കാരൊരു പാട്ട് പാടും. പാടട്ടെ ഒരു വരി. സൂര്യനെ അണിഞ്ഞവൾ പാദത്തിങ്കി ചന്ദ്രനും 12 താരകം കൊണ്ടുള്ളൊരു മുടി ചൂടിടുന്നവൾ ആരിവൾ ആരിവൾ ആരിവൾ. സൂര്യനെ അണിഞ്ഞവൾ പാദത്തിങ്കി ചന്ദ്രനും 12 താരകം കൊണ്ടുള്ളൊരു മുടി ചൂടിടുന്നവൾ ആരിവൾ. പാട്ട് പാടിയാ പിന്നെ അത് പ്രശ്നമാകും. പ്രിൻസ് അവിടെ നിൽപ്പുണ്ടോ? നിനക്ക് ആ പാട്ട് അറിയാവും? നിമ്മ അവിടെ പോയിരിക്കുക. അവനങ്ങോട്ട് പോയതേ ഉള്ള. അവൻ ചുരുക്കി പറഞ്ഞാൽ അവൻ ഇവിടെ നിന്ന് പോയെന്ന് തോന്നുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മൃഗത്തിന്റെ പുറത്തിരിക്കുന്ന സ്ത്രീ അല്ല, 12 സ്ത്രീയും അല്ല, സമുദ്രത്തിന്റെ കരുതുന്ന മൃഗവും അല്ല. അപ്പൊ ചെല്ലു പറയുന്നത് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം 2 സാക്ഷികളാണെന്ന്. മോശയും ഏലിയാമും ഹാനോക്കും ഒക്കെയാണ്. അതൊന്നും അല്ല ഇവിടുത്തെ പ്രധാന വിഷയം. ചിലര് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തില് പ്രധാനപ്പെട്ട വിഷയം സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144 അവരാണ് പറയുന്നത്. അതുമല്ല. ചിലര് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം, കുറച്ചുകൂടെ ആത്മീയ നിലവാരം പുലർത്തുന്നവർ ഇത് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം പുത്തനവിഷയമാണ്. ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് വീതിയും നീളവും ഉയരമൊക്കെ സമമായിട്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പട്ടണം, ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടി. വേറെ ചില പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ആ പളനി കടല അല്ലെങ്കിൽ ജീവജല നദി. ആ ചെല്ലു പറയുന്നത് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ആ കനിയാണ്. ഏതാ? ജീവജല നദിയുടെ അക്കരെ ഇക്കരെയും ഈരാറ് വൃക്ഷമെന്നാണ്. അപ്പം 12 ജീവനദി പാട്.
അപ്പൊ ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഇതൊക്കെ വിഷയങ്ങളാണ്. പക്ഷേ അവൻ വൃക്ഷവും ഫലവും ജീവജല നദിയും ഒന്നുമല്ല. ഒറ്റവാക്കി പറയാ, വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഒറ്റവാക്കി ഇഷ്ടമുണ്ടെ യോജിച്ചാൽ മതി. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. സ്തോത്രം. അതിലെ പ്രധാനപ്പെട്ട വിഷയം നസറിയനാകുന്ന യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏറ്റവും വലിയ വിഷയവും ഏറ്റവും ശ്രേഷ്ഠമേറിയ വിഷയവും ഏറ്റവും മെച്ചപ്പെട്ട വിഷയം മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും കാണേണ്ട വെളിപ്പാടും യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. നീ എന്നും മൃഗത്തെ കണ്ടാൽ നിന്റെ സ്വഭാവവും മൃഗമായിരിക്കും. എന്നും കാണുന്ന പാമ്പിനെയാ, ആ പാമ്പ് പോലെ തന്നെ നടക്കുന്നത്. എന്നും തന്തിയാകുമ്പോ പാമ്പ. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ആവശ്യമില്ലാത്തതൊന്നുമല്ല കാണേണ്ടത്. ഏറ്റവും ശ്രേഷ്ഠമേറിയ വെളിപ്പാട് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ആ വെളിപ്പാടാണല്ലോ 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ ആ തിരുവെഴുത്തിൽ യോഹന്നാൻ ദർശിക്കുന്നത്. അവൻ 10-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം അവൻ നാടുകടത്തപ്പെട്ടിരിക്കുക. ആ നാടുകടത്തപ്പെട്ട പത്മോസ് എന്ന ദ്വീപിൽ കിടക്കുന്ന യോഹന്നാൻ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് കാണുക. 12-ാം വാക്യം മുതൽ വായിക്കാം. 12:1 സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്ക് ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രന്റെ സദസ്യനായി ഇവനെ കണ്ടു. അവൻ യേശു ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് കാണുകയാ. പിന്നെ അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം അഗ്നിജ്വാലയ്ക്കൊത്തതും അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചേറി ഇരുവായിട്ടുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ. താഴോട്ടുള്ള വേദഭാഗം ഇപ്പോൾ വായിച്ചു കേട്ട വേദഭാഗം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്, ദൈവത്തിന്റെ മഹത്വം. ഞാനും നിങ്ങൾ കാണേണ്ട വെളിപ്പാട് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. ഞാൻ ഇടയ്ക്ക് കയറി പറയാം, 13-ാം അധ്യായത്തിൽ സമുദ്രത്തിൽ കയറി വരുന്ന മൃഗം, 12-ാം അധ്യായത്തിൽ സൂര്യധാരണിയായ സ്ത്രീയെ, 12-2 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ തീനിറമുള്ളൊരു പാമ്പ്. വായിച്ചോ, 12:2 വെളിപ്പാട് 12:2. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരാളെ അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ള ഒരു മഹാസർപ്പം. 12-ൽ തീനിറമുള്ള ഒരു മഹാസർപ്പം. 13-ൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. 17-ൽ മൃഗത്തിന്റെ പുറത്തൊരു സ്ത്രീ ഇരിക്കുന്നു എന്ന് വേണ്ട മുഴുവൻ പ്രശ്നമാണ്. നമ്മൾ കൂടുതൽ ആൾക്കാരും കാണുന്നത് ഈ പ്രശ്നകലുഷിതമായി ഇതൊക്കെയാ കാണുന്നേ. എന്നാൽ ഞാനും നിങ്ങൾ കാണേണ്ട വെളിപ്പാട് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാടാണ്. 1-ാം അധ്യായത്തിലെ വെളിപ്പാടാ കാണുന്നെങ്കിൽ പിന്നെ എന്ത് കണ്ടാലും നീ പതറത്തില്ല. 1-ാം അധ്യായത്തിലെ വെളിപ്പാട് കാണാതെ 13-ഉം 12-ന്റെ 3-ഉം 2-3-ഉം 17 ഒക്കെ കണ്ട വെപ്രാളം ഉണ്ടാകും. ഈ വെപ്രാളപ്പെട്ടിരിക്കുന്നതെല്ലാം 13-ഉം 17-ഉം കണ്ടതുകൊണ്ടാണ്. എന്നാൽ ചിലരെ സന്തോഷത്തോടിരിക്കുന്നുണ്ട്, അവർ 1-ലെ വെളിപ്പാട് കണ്ടവരാ. 1-ാം അധ്യായത്തിലെ വെളിപ്പാട് മറ്റൊന്നുമില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് താണലോകത്തിൽ ഇറങ്ങി വന്ന നസറേയനാകുന്ന യേശു, നിന്റെ പാപത്തെ മോചിക്കുന്നവൻ, രോഗത്തെ സൗഖ്യമാക്കുന്നവൻ, നിന്നെ വീണ്ടെടുക്കുവാൻ കഴിവുള്ളവൻ, രക്ഷിപ്പാൻ കഴിവുള്ളവൻ, വിടിവിപ്പാൻ കഴിവുള്ളവൻ, സൗഖ്യമാക്കാൻ കഴിവുള്ള നസറേയനാകുന്ന യേശു. അവിടുത്തെ തിരുനാമം ഏറ്റവും ശ്രേഷ്ഠമാ. എല്ലാ നാമത്തിലും മേലായ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളും അടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. അപ്പൊ ഞാനെന്റെ വെളിപ്പാട് 1-ാം അധ്യായത്തിലെ വെളിപ്പാട്, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഓർപ്പിച്ചല്ലോ, വെളിപ്പാട് പുസ്തകം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. ഞാൻ നിങ്ങൾ കാണേണ്ട വെളിപ്പാടും അതാ. ഇതിലെ പ്രധാനപ്പെട്ട വിഷയവും യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. എങ്കിലും അധ്യായമായിട്ട് നാം പഠിക്കുമ്പോൾ 22 അധ്യായമുണ്ടെന്ന് ഓർപ്പിച്ചു. നിങ്ങൾക്കറിയാം,
1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്, 2-3 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത്, 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലേക്ക് അവൻ പോകുന്നു, 5-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പിന്റെ ഗാനം, ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ്, 6-ാം അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കുന്നു, 7 മുദ്രയിൽ 6 മുദ്ര 6-ാം അധ്യായത്തിൽ പൊട്ടിക്കുന്നു, 7-ാം അധ്യായത്തിൽ മുദ്രിതന്മാരാകുന്ന 144,000 പേരെ ദർശിക്കുന്നു, 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുകയും കാഹളങ്ങൾ മീട്ടുന്നതായിട്ട് നാം പഠിക്കുന്നു, 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതനെ അടിച്ചുവിടുന്നു, 10-ാം അധ്യായത്തിൽ ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു, 11-ാം അധ്യായം 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നു, 12-ാം അധ്യായം ഓർപ്പിച്ചല്ലോ സൂര്യധാരണിയായ സ്ത്രീ, 13-ാം അധ്യായം ഓർപ്പിച്ചു സമുദ്രത്തിൽ കയറി വരുന്ന മൃഗം, 14-ാം അധ്യായം നമ്മൾ പരാമർശിച്ചു സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേര്, 15-ാം അധ്യായത്തിൽ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ് പിടിച്ചു വൈദികന്മാർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 16-ാം അധ്യായത്തിൽ 7 ക്രോധകലശങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുന്നു. 17-ാം അധ്യായത്തിൽ മൃഗത്തിന്റെ പുറത്തിരിക്കുന്ന സ്ത്രീയെ കാണുന്നു. 18-ാം അധ്യായത്തിൽ വാണിജ്യ ബാബിലോണിന്റെ അധപതനം. 17-ാം അധ്യായം വേണേ ഇങ്ങനെ പഠിക്കാം, എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. 18-ാം അധ്യായം വാണിജ്യ ബാബിലോണിന്റെ അധപതനം. 19-ാം അധ്യായം കുഞ്ഞാടിന്റെ കല്യാണം. 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ച. 21, 22 അധ്യായം ചേർത്ത് പഠിച്ചാൽ നിത്യതയാ. 21 പുത്തൻ യെരൂശലേമും 22 നിത്യതയായിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഓടിച്ച് ഒന്ന് ചിന്തിച്ചാൽ ഈ പുസ്തകത്തെ പറ്റി ഒരു ഗ്രാഹ്യം നമുക്ക് ഉണ്ടാകുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ വേറൊരു വിശേഷത ഏടുകളുടെ പുസ്തകമെന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ധാരാളം 7ന്റെ കണക്ക് ഈ പുസ്തകത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, 7 സഭകള്, 7 നിലവിളക്ക്, 7 ദീപങ്ങൾ, 7 ആത്മാക്കൾ, അതുപോലെ 7 നക്ഷത്രങ്ങൾ, 7 തലകൾ, 7 മല, 7 ആത്മാക്കൾ, 7 കലശങ്ങൾ, 7 ക്രോധകലശങ്ങൾ, 7 കാഹളങ്ങൾ, 7 മുദ്രകൾ എന്ന് വേണ്ട ഇങ്ങനെ 7കളുടെ ഒരു വലിയ പട്ടിക ഈ പുസ്തകത്തിലുണ്ട്. അത് നിങ്ങൾക്കറിയാം. അത് നമ്മൾ ചിന്തിച്ചു വരുന്നത് വായിച്ച കുറുവാക്യം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിക്കാം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം. ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കർത്താവിനോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇതിലെ പരമപ്രധാനമായ ഒരു വിഷയം അതുകൂടെ ചേർത്തങ്ങ് ചിന്തിക്കുക. ജയിക്കുക എന്നുള്ളതാണ് മെയിൻ വിഷയം. ജയിക്കുന്നവന്, അങ്ങനെ ഇപ്പം വായിച്ചത് ജയിക്കുന്നവന്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ജയിച്ചവരുടെ കാര്യമാ ഇതിലെ പ്രധാന കാര്യങ്ങള്. ആരാ ജയിച്ചത്? ജയിച്ചവൻ യേശുവാ. ആ താഴോട്ട് പറയുമ്പോൾ ഇങ്ങനെ ഞാനും ജയിച്ചു അങ്ങനെ എഴുതിയേക്കുന്നത്. ഞാനും ജയിച്ചു. ഞാനും ഒന്നുകൂടെ വായിച്ചോ, 21 മൊത്തം വായിച്ചോ. ജയിക്കുന്നവൻ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനം ഇരിപ്പാൻ വരം നൽകും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ, കർത്താവ് പറയാ, എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അടുത്തത് ഞാനും ജയിച്ചു. അപ്പോൾ ജയിച്ച ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു. യേശുവാണ് സകലത്തെയും ജയിച്ചവൻ. അവിടുന്ന് പാപത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, രോഗത്തെ ജയിച്ചവൻ, പരീക്ഷയെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ. മാത്രമാണോ ജയിച്ച് അവിടുന്ന് ഒടുവിൽ മരണത്തെയും ജയിച്ചവനാ. ഇതുപോലെ ജയമെടുത്ത വേറൊരുത്തരും വന്നിട്ടില്ല, വരത്തുമില്ല. അങ്ങനെ ജയിച്ച ഒരുവനേ ഉള്ളൂ, അത് നസറായനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദ ലോർഡ്. 2-ാം അധ്യായമോ 3-ാം അധ്യായമോ ഒക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ജയിക്കുന്നവന് അങ്ങനെ കൂടെ പറയുന്നുണ്ട്. ജയിക്കുന്നവന് വെള്ളയുടുപ്പ് കൊടുക്കും, ജയിക്കുന്നവന് തൂണാക്കും, ജയിക്കുന്നവന് വെള്ളക്കല്ല് കൊടുക്കും, ജയിക്കുന്നവന് ഇരുത്തും, ജയിക്കുന്നവന് അവൻ മന്ന. ഇതെല്ലാം ജയിച്ചവർക്കാ കൊടുക്കുന്നത്. കാരണം അവിടുന്ന് ജയിച്ചവരാ. കൂടെ ഇരിക്കേണ്ടത് ജയിച്ചവരാ. പാട്ട് പാടേണ്ടതും ജയിച്ചവരാ. അങ്ങനെ വായിച്ച് 15:2 വായിച്ചേ. 15:2 വെളിപ്പാട് 15:2. തീ കലർന്ന പളുങ്കടൽ പോലെ ഒന്ന് മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവര് ദൈവത്തിന്റെ വീണകൾ ജയിച്ചവരാ വീണ പിടിച്ചേക്കുന്നേ. സ്തോത്രം. ഇന്ന് വീണ പിടിച്ച പല ആൾക്കാരും ജയിക്കുന്നില്ല. വീണയൊക്കെ പിടിക്കുന്നുണ്ടെന്നേ ഉള്ളു. വീണക്കാരെ എനിക്കറിയാം, തിരുമേശ എടുക്കുകയല്ല. മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഗിറ്റാറ്, ഓർഗണ്, തബല, മൃദംഗം, പിന്നെ എനിക്ക് എല്ലാത്തിൻ്റെ പേരറിയാൻ പറ്റില്ല. അച്ഛൻ്റെ എല്ലാത്തിൻ്റെ പേരറിയാം.
ആയിക്കോട്ടെ, എനിക്കതിനെതിരൊന്നുമില്ല. പുള്ളി തിരുമേശ എടുക്കും. പിന്നെ അല്ല, പല ആൾക്കാർ ഇത് കൊട്ടുകയും തട്ടുകയും മുട്ടുകയും ചെയ്യുന്നെങ്കിൽ തിരുമേശയുടെ സമയം വരുമ്പോ ഇവനെ ചെങ്ങന്നൂർ ട്രാഫിക് പോലീസ് ഇരിക്കും പോരാ. അല്ലെങ്കിൽ ആ സമയത്ത് ഇവനെ ഇറങ്ങി അങ്ങ് പോകും. അന്നേരം അവന് ഭയങ്കര ശങ്കയാണ്. പണ്ട് ഒരു പാട്ടുണ്ട്, മങ്ക മര ഞങ്ങളുടെ ചങ്ക പാടുന്നില്ല. ജയിച്ചവരാ വീണ പിടിച്ചത്. ഒന്നുകൂടെ വായിച്ചോ, കേക്കട്ടെ, വീണക്കാരെല്ലാം കേക്കട്ടെ. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ ജയിച്ചവര് ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് മതിയോ? ജയിച്ചവരാ. എവിടെ പോവാ? അവിടെ ഇത്ര പരിവേഷം. നീ എവിടെ പോയതാ? എവിടെ പോയാ നീ? ഇങ്ങനെ കാണിക്കാൻ ചന്ദ്രനിൽ പോയോ? അവിടെ മകാളെ കളിച്ച് നടക്കാതെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോണോ? പോണേ 2 മിനിറ്റ് തരിക. അത്യാവശ്യം പോകേണ്ട ഒരു എഴുന്നേറ്റ് 2 മിനിറ്റ് തരിക. ഇല്ല, അവിടെ അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അത് 1-ാം അധ്യായത്തിൽ ആ വെളിപ്പാട് നമ്മൾ വായിച്ചു കേട്ടല്ലോ. നമ്മെ രക്ഷിച്ച് വീണ്ടെടുത്ത നമ്മുടെ കർത്താവിന്റെ വെളിപ്പാട്. ദൈവത്തിന്റെ മഹത്വം. യോഹന്നാൻ അപ്പോസ്തലൻ നാടുകടത്തപ്പെട്ടിരിക്കുക പത്മോസ് എന്ന ദ്വീപിൽ. തിളച്ച എണ്ണയ്ക്കകത്ത്, ചരിത്രം പറയുന്നത് തിളച്ച എണ്ണയ്ക്കകത്ത്, അങ്ങനല്ലേ, തിളച്ച എണ്ണയ്ക്കകത്തിടുന്ന ഉപ്പേരി വറക്കാനായിട്ട് വറുത്തു പോരും പോലെ. ഞാൻ കണ്ടില്ലെങ്കിലും ചരിത്രം പഠിച്ചവരും അറിവുള്ളവരും പറഞ്ഞുള്ള കേൾവിക്ക് ചില പഠനത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നുള്ള തെറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. അത് പറഞ്ഞൊരു കലക്കമൊന്നും ഉണ്ടാകരുത്. എണ്ണ വെട്ടി തിളക്കി ആ തിളച്ച എണ്ണയ്ക്കകത്തിടാൻ ഒരുങ്ങുക. അപ്പൊ പറഞ്ഞു, യേശുവിനെ തള്ളി പറഞ്ഞാൽ തിളച്ച എണ്ണയിലിടുകയല്ല. അതല്ല, യേശുവിന് വേണ്ടി നിൽക്കാനാ പാപമെങ്കിൽ മറത്തുപോലും. യോഹന്നാന് യാതൊരു സങ്കടവും സങ്കോചവും ഭയവും ഇല്ല. എണ്ണ ഇങ്ങനെ വെട്ടി തിളക്കുക ചെമ്പിനകത്ത്. എന്റെ ഭാഷ ആ ചെമ്പെന്ന്. അവൻ വെട്ടി തിളക്കുക. അവൻ ഇങ്ങനെ തിളച്ചു നിൽക്കുമ്പോ ഇതിനകത്തിട്ട് വറുത്തു പോരുമെന്ന് യോഹന്നാൻ പൊതുവിൽ പറഞ്ഞില്ലെങ്കിൽ യോഹന്നാന്റെ അകത്ത് ധൈര്യം എന്നാന്നറിയാമോ? ഈ തീയും ഈ തിളച്ച എണ്ണയും കണ്ട് ഞാൻ ചഞ്ചലിക്കത്തില്ല. അതല്ല, ഞാൻ സേവിക്കുന്നവൻ, ഞാൻ ആരാധിക്കുന്നവൻ, ഞാൻ ഭരിക്കുന്നവൻ തീക്കകത്തൂടെ നടകൊണ്ടവനാണ്. ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം, എന്നെ രക്ഷിച്ച എന്റെ ദൈവം, നസറേയനാകുന്ന യേശു ക്രിസ്തു, അവൻ തീ കണ്ട് അവൻ ഇളകുന്നവനൊന്നുമല്ല, അവൻ തീക്കകത്തൂടെ നടന്നവനാ. മഹാരാജാവ് ചോദിക്കുക, എന്റെ ഭാഷയാ ജോർജ് കുട്ടി, നമ്മൾ 3 പേരെ അല്ലയോ തീക്കുണ്ടത്തിലിട്ടത്? അതേ തിരുമേനി, ഇപ്പൊ 4 പേര് നടക്കുന്നല്ലോ. ഒരുത്തന്റെ രൂപമാണെങ്കിൽ ദൈവദൂതനോട് തുല്യമാ, ദൈവപുത്രനോട് തുല്യമാ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ തീ ചൂടക്കകത്തൂടെ പോകുമ്പോൾ മാറി നിൽക്കുന്ന ദൈവമല്ല. നീ തീയുടെ അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ കണ്ണടയ്ക്കുന്ന ദൈവമല്ല. നീ തീക്കകത്തൂടെ കടക്കുമ്പോൾ അവൻ രസിക്കുന്ന ദൈവമല്ല. തീക്കകത്തൂടെ ഇറങ്ങി വന്ന് നിന്റെ സമീപേ വന്ന് നിന്റെ അവൻ സമീപേ എത്തി നിന്നെ ആശ്വസിപ്പിക്കാൻ തീയുടെ മണം പോലും അടിക്കുവാൻ അനുവദിക്കാത്തവനാ ദൈവം. അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും ചിന്തത്തിങ്കുകയെന്നെ ദേവിയെന്നാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ
പാടണമെന്നൊന്നും അവകാശപ്പെടുന്നില്ല, പറയാൻ ഒക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ തിളച്ച എണ്ണയും തീയും കണ്ട് യോഹന്നാൻ അടങ്ങിയില്ല. യോഹന്നാൻ ഒരു കാര്യം പറയുക, ഞാൻ സേവിക്കുന്ന ദൈവം തീക്കകത്തോടെ നടവുള്ളവനാണ്. അപ്പൊ ഈ തിളച്ച എണ്ണക്കകത്തിട്ടു. കുറച്ച് കഴിഞ്ഞ് പുള്ളിക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പൊ അവര് പറഞ്ഞേ, തീ കൊണ്ടൊക്കുകയല്ല, വെള്ളത്തിൽ താത്തേക്കാം. ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളത് പറയുന്നത്, ഒരു വള്ളം ക്രമപ്പെടുത്തി യോഹന്നാനെ വള്ളത്തിലാക്കി കയ്യും കാലും എല്ലാം ബന്ധിച്ച് വള്ളം കരയ്ക്കുന്ന തെള്ളിയെന്നും അങ്ങനെയൊക്കെ പറയുന്നു. തെള്ളിയെന്നും പോയ പോക്കിന്റെ പടയാളി കുന്തത്തിന് വള്ളത്തിന്റെ വള്ളയിലൊരു കുത്തും കൊടുത്തു. അപ്പം വള്ളം വെള്ളത്തിലോട്ട് പോയപ്പോൾ ഈ സുഷിരത്തിനകത്തൂടെ വെള്ളം കയറി ഉപദേശി വെള്ളം കുടിച്ച് ചത്തോളും. തീ കൊണ്ടല്ലേ ഒക്കാത്ത, എന്നാ വെള്ളത്തിൽ തീരട്ടെ. വെള്ളവും പുള്ളിക്ക് പേടിയില്ല. കാരണം വെള്ളത്തിന്റെ മീതെ നടന്നു വന്നവനെ ആരാധിക്കുന്നു. സ്തോത്രം. എല്ലാവരോടും നിലവിളിച്ചു, നാദാ, ഞങ്ങൾ നശിച്ചു പോകുന്നത്. നാലായാമത്തിൽ അവിടുന്ന് വരുക. ദൈവത്തിന്റെ മകത്വം. അടുക്കുവാനുള്ള ആശയുണ്ട്. നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. കടലക്കരെ പോവാനൊന്ന മാർഗം ഇമ്പമോടെ കേട്ടതാല യാത്രയും ചെയ്തു. അടുക്കുവാനുള്ള ആശയുണ്ട്. നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. കാറുകൊണ്ടാകാശമതി കോലമായി കാറ്റടിച്ചു തീരമല ഗർവവുമായി. കാറുകൊണ്ടാകാശമതി കോലമായി കാറ്റടിച്ചു തീരമല ഗർവവുമായി. അടുക്കുവാനുള്ള ആശയുണ്ട്. നടുക്കടലിൽ പടകുമായി തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. അപ്പൊ ശ്രദ്ധിക്കുക, ആ നാലാം നാമത്തിൽ കടലിന്റെ മീതെ വെള്ളത്തിന്റെ മീതെ നടന്നു വന്നവനെ ആശ്രയിക്കുന്നത്. വെള്ളവും വിഷയമല്ല. സ്തോത്രം. അങ്ങനെ ഈ പടക് ചെന്ന് കയറി പത്മോസിലെത്തി എന്നൊക്കെ ചിലര് പറയുന്നു. അങ്ങനെ എങ്ങനെയൊരു പാട്ട് പത്മോസില. യോഹന്നാൻ നാട് കടത്തപ്പെട്ടത് പത്മോസില. യോഹന്നാൻ നാട് കടത്തപ്പെട്ടത് എന്തിനാന്ന് ചോദിച്ചാൽ അടിപിടി ഉണ്ടാക്കി മുങ്ങിയതല്ല. 9 10 പിന്നെ ഒന്നിന്റെ നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി യോഹന്നാൻ എന്ന ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ അങ്ങനെ പത്മോസിൽ പോയത് 2 കാരണത്താൽ. ഒന്ന് വചനം, 2 സാക്ഷ്യം. അല്ലാതെ അടിപിടി ഉണ്ടായി ആളവിടുന്ന് മുങ്ങിയതല്ല. ചേട്ടന് വേണ്ടി നമ്മുടെ തമ്മിൽ തന്നെ ഉണ്ടായി. ചേട്ടൻ പറഞ്ഞു, നിന്നെ എന്നെ കണ്ട ഞാൻ മലപ്പുറം കത്തി നിന്റെ പറല് മിണ്ടുന്നില്ല. മിണ്ടണ്ട. നാട്ടുകാരന്റെ പാസ്പോർട്ടും കാശും മേടിച്ചിട്ട് മുങ്ങിയതല്ല. അങ്ങനെ മുങ്ങിയ ബിരുദന്മാരുണ്ട്.
മിണ്ടുന്നില്ല, മിണ്ടണ്ട. ലോൺ വെച്ച് കാശ് കൊടുത്തവരും കടം മേടിച്ചു കൊടുത്തവരും പലിശയ്ക്ക് എടുത്ത് കൊടുത്ത് എങ്ങനെയും കൊച്ചുങ്ങൾ രക്ഷപ്പെട്ടെന്ന് കൊടുത്ത ഇവൻ വലിയ വിദ്വാനാ. അത് മുഴുവൻ മേടിച്ച് ഒരു സുപ്രഭാതത്തിൽ അവൻ അങ്ങ് മുങ്ങി. പിന്നെ നമ്മൾ നോട്ടീസ് കാണുന്ന ഡോക്ടർ റോറൻ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഇല്ലേ? മനസ്സിലായി. അവന് സ്തോത്രം. തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് പോയതല്ല പത്മോസിൽ. അയലത്തുകാരുമായിട്ട് ഗുസ്തി ഉണ്ടാക്കി പത്മോസിൽ പോയതല്ല. സ്തോത്രം. ചേട്ടാനിയന്മാര് കയറി കൊമ്പ് കോർത്ത് പോയതല്ല. സ്തോത്രം, സ്തോത്രം. നാട്ടുകാരോട് കടവെല്ലാം കൂടെ മേടിച്ചു പുള്ളി മുങ്ങി പത്മോസിൽ ചെന്നതല്ല. ഇപ്പൊ അങ്ങനെ പലരും പത്മോസിൽ അങ്ങനെ പോകുന്നത്. എന്നിട്ട് അവിടെ കിടന്ന് ഇപ്പൊ പാടുക, പത്മോസ് ദ്വീപിലേഖനായി ഞാൻ. വേണ്ട, വെറുതെ എന്തിനാ ആലോചന ഉണ്ടാക്കുന്നത്. യോഹന്നാൻ പത്മോസിൽ പോയത് രണ്ട് കാരണമാണ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് ദൈവവചനം, ദൈവവചനവും ദൈവവചനം ഉദ്ദേശിച്ചത് നീ ശരിയായി വചനം പറഞ്ഞാൽ നിന്നെ ഒറ്റപ്പെടുത്തും. നിങ്ങൾ ശരിക്കും ഉപദേശം പറഞ്ഞേ ഒറ്റപ്പെടും. ഒറ്റപ്പെടുക മാത്രമല്ല, എല്ലാവരും അയക്ക് ബെവരൊന്നുമില്ലെന്ന് ഉപദേശം എന്ന് പറഞ്ഞേ, പ്രമാണം എന്ന് പറഞ്ഞേ, വചനത്തിൽ ഒന്ന് പറഞ്ഞേ. പക്ഷെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് എങ്ങനെ ഒന്നും തൊടാതെ പോകുന്നവർക്ക് ഒരു കുഴപ്പവുമില്ല. സത്യവചനം ശരിക്കും പറഞ്ഞേ എല്ലാവർക്കും ഒന്നും തൃപ്തി വരികയല്ല. എല്ലാവരുടെ മോഹവും തെളിയത്തില്ല, എല്ലാവരും ഇളകത്തുമില്ല. ഉപദേശം ഒന്ന് പറഞ്ഞേ, സഭയിൽ നാളും പോകും. ഉപദേശം പറഞ്ഞാലേ പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ. എനിക്ക് ഇങ്ങനൊന്നും ഓർത്തല്ല ഞങ്ങൾ ഇതിനകത്ത്. പക്ഷെ അവിടെ ഇങ്ങനൊന്നും പറയത്തില്ല. അവിടെ ആടാം പാടാം എന്തും. പണ്ട് ഉണ്ണിയാർച്ച ആടാം പാടാം അത് കേട്ടപ്പോ കൊട്ടാന്നോണത്തായിരിക്കും. അത് ഞാൻ പാടുന്നില്ല. ഞാൻ കൂടി വേറെ തരാം. ശരിക്കും ഉപദേശം പറഞ്ഞാൽ, വചനം പറഞ്ഞാൽ, പൗലോസ് കൊടുത്തിരിക്കുന്ന പ്രയോഗം നിങ്ങൾക്കറിയാം. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും. ഇത് പറഞ്ഞാൽ അട്ടപ്പാടിക്ക് ട്രാൻസ്ഫർ വരും, ചെങ്ങന്നൂര് നിർത്തുകയല്ല. ഇച്ചിരി ഇടാം, ഇച്ചിരി കുടിക്കാം, ഇച്ചിരി ആടാം, ഇച്ചിരി പാടാം, ഇച്ചിരി കൂടാം, ഇച്ചിരി അങ്ങനെ എല്ലാം. ഇച്ചിരി കൺട്രോൾ പോകരുതെന്ന്. കൺട്രോളും പോകരുത്. സൺഡേ വരികയും ചെയ്യണം. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക്? കൺട്രോൾ പോകരുത്, സൺഡേ. ഇനി സൺഡേ ഇടയ്ക്ക് പോയാലും ഇവിടെ തരേണ്ടത് ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ചിലത് നന്നായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ടാണ്, അല്ല പോകാനറിയാൻ വരാണ്ടല്ല. കാരണം നാളെ യോഗത്തിന് ആള് വരണം. അല്ലെ നിങ്ങൾ പറയും അയാൾ അന്ന് വന്നെല്ലാം കലക്കേച്ച് പോയി പിറ്റേ ദിവസം ഒറ്റ നാളെ ഇല്ലേ? അന്ന് ഞാൻ ശരിക്കും പറയാൻ പോവാ. നാളെ ഉണ്ടെന്ന് പറഞ്ഞാൽ അടങ്ങിയത്. രണ്ട് കാരണത്താലാണ് നാട് കടത്തപ്പെടുന്നത്. ഒന്ന് യേശുവിന്റെ വചനം, രണ്ട് യേശുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും യേശുവിന്റെ സാക്ഷ്യം. അങ്ങനെ നാട് കടത്തപ്പെട്ട യോഹന്നാൻ, നാട് കടത്തപ്പെട്ട് പത്മോസിൽ ഒറ്റയ്ക്കാണെങ്കിലും കർത്തൃവശത്തിൽ ആത്മവിവശനായി നീ കാണുന്നതിന് പുസ്തകത്തിൽ എഴുതുക. എഴുതിയിട്ട് എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്ന 7 സഭകൾ എഴുതുകയെന്ന് കാഹളത്തുന്നതിന് ശബ്ദം എന്റെ പിറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുമ്പോൾ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊന്നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയൊക്കെ ധരിച്ച് പൊൻകച്ചയും പൂണ്ട് പൊൻവിള കേടുള്ളിൽ, പൊൻകച്ചയും പൂണ്ട് പൊൻവിള കേടുള്ളിൽ, പൊൻകച്ചയും പൂണ്ട് പൊൻവിള കേടുള്ളിൽ, പൊൻകച്ചയും പൂണ്ട്.
പൊൻകൈയും മൂണ്ട് വെള്ളത്താൽ മൂടി വെള്ളയാമഞ്ഞിപ്പോൾ വെള്ളോട്ടുള്ള തന്നിക്കായി വയോപിച്ച് വെള്ളക്കുതിര ഉറങ്ങി വരുന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ ഓ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. അപ്പൊ ശ്രദ്ധിക്കുക, തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ യോഹന്നാൻ ദർശിക്കുന്നു. അതാണ് വെളിപ്പാട് 1-ാം അധ്യായം. 2-3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത, ദൈവത്തിന്റെ മഹത്വം. ആ സഭയെ പറ്റി അവിടെ വായിച്ചു കേട്ടുള്ള 7 സഭ, എഫെസോസ് മുതൽ ലവോദിക്ക വരെയുള്ള 7 സഭ. 7ാമത്തെ സഭയോട് പറഞ്ഞ ദൂതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ലവോദിക്ക സഭയോട് 14-ാമത്തെ വാക്യം വായിക്കാം. 3:14. ലവോദിക്കയിലെ സഭയുടെ ദൂത്, ലവോദിക്ക സഭയുടെ ദൂത് ആ താഴോട്ട് വായിക്കുന്നത്. ആ ദൂതിൽ പരാമർശിച്ച ഒരു കാര്യമാണ് 21-ാം വാക്യം. ഒന്നുകൂടെ വായിക്കാം. ജയിക്കുന്നവന് മതി. ഇന്ന് രാത്രി അവന് സ്തോത്രം. ദൈവമൊക്കെ ജയമെടുക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ മകത്തെ ജയിക്കുന്നവർ. നിങ്ങൾ ആ ഭാഗം പഠിച്ചാൽ ഈ 7 സഭയോട് കർത്താവ് ദൂത് പറയുമ്പോൾ ഈ ദൂത് പറയുന്നതിന് ഒരു തത്വമുണ്ട്, പൊതുവായ തത്വം. അങ്ങനെ ഉണ്ടല്ലോ, ദൂത് പറയുമ്പോൾ അതിനൊരു തത്വമൊക്കെ വേണം. 85 വയസ്സുള്ള അപ്പച്ചനെ 12 വയസ്സുള്ള മകൻ പറയാ മകനെ, അതൊരു തത്വമല്ല, എനിക്ക് തോന്നുന്നില്ല. മുമ്പിലേക്ക് 85, അവന് 12. തലയൊക്കെ വെച്ചു മകനെ. പുള്ളി ഉടനെ എന്തോന്ന് കേൾക്കുന്നില്ലെങ്കിലും കിളവനും ബോധമില്ല. 85 ഉണ്ടെന്നേ ഉള്ളു. വിളി വന്നു കേട്ടിട്ടുണ്ട്. പണ്ട് മൺമറഞ്ഞ PM ഫിലിപ്പ് അവറുകളോട് ഒരു കൊച്ചു പയ്യൻ പറഞ്ഞെന്നാ പറയുന്ന ദൂത്. ഈ ശൈലികളുണ്ട്. അവനെ ഓലമണ്ണിൽ ഒടിഞ്ഞു വരുന്നത് പോലെ പുള്ളി പറഞ്ഞ് പെട്ടെന്ന് ഒരു കൊടുത്തേക്കാൻ, നീ അവിടെ ഇരിക്കേ. ആ പഴയ മൂപ്പിലെയൊക്കെ അങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു വരികയല്ലേ, പെട്ടെന്ന് രഥ കൊടുത്തേക്ക് നീ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഈ ദൂത് പറയുന്നതിന് തത്വമുണ്ട്, തത്വം. നിങ്ങളെ ഈ വെളിപ്പാട് പുസ്തകം 7 സഭയ്ക്ക് ദൂത് പറയുമ്പോൾ അതിന് പൊതുവായ തത്വം. ആ തത്വം 1, കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. 2, അഭിനന്ദിക്കും സഭയെ. 3, ആക്ഷേപം എന്തെങ്കിലും ഉന്നയിക്കാനുണ്ടെങ്കിൽ സൂക്ഷ്മാക്ഷേപിക്കും. 4, സഭയെ നന്നായിട്ടൊന്ന് വിവേചിക്കും. 5, സഭയ്ക്ക് പ്രബോധനം കൊടുക്കും. 6, സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കും. 7, പ്രതിഫലം വല്ലതും ഉണ്ടെങ്കിൽ അതും പറയും. ഇതാണ് പൊതുവായ തത്വം. എല്ലാ സഭയോടും ദൂത് പറയുമ്പോൾ ഈ തത്വത്തിൽ നിന്ന് ദൂത്. പണ്ട് നാമം ജപിക്കുമ്പോൾ അതിലൊരു പ്രയോഗമുണ്ട്, എഴുത്തച്ഛൻ എഴുതിയതാ. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുളെത്തിടുവാൻ. കേട്ടില്ലേ? തലയാട്ടിയല്ലോ, ചൊല്ലിട്ടില്ലേ? തലയാട്ടി കേട്ടിട്ടുണ്ടോ? ഞാൻ സ്ഥലം മറന്നു പോയി. നമ്മുടെ പടവളം തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുളെത്തിടുവാൻ ഗുരുപദാന്ത് ഭജിപ്പവന് മുക്തിക്കു തക്കൊരുപദേശം തരും ജനന ഭജിടുവാൻ. ഭാഗ്യം ചൊല്ലുന്നില്ല. നിങ്ങൾ പറയാ ബന്ധനമുണ്ട്, ഇനി അഴിയാനുണ്ടെന്ന് പറയാം. തലയൊക്കെ അത് പറയും, അഴിയട്ടെന്ന് പറയാൻ പറ്റുന്നു. ഞാന് അപ്പൊ എല്ലാ ദൂത് പറയുമ്പോൾ അതിന്റെ തത്വമുണ്ട്, തത്വം. ഓരോ സഭയോട് കർത്താവ് ദൂത് പറയുമ്പോൾ ആ സഭയോട് ചില തത്വങ്ങളുണ്ട്. നമുക്ക് 1-2 കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് എപ്പോഴാണ് നിർത്തേണ്ട സമയമായി. അപ്പൊ ഞാൻ പൊക്കോളാം. സമയം എന്താ അച്ഛാ, സമയം എന്താ അച്ഛാ? പൊക്കോളാം എന്നാ പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, സഭയോട് പറയുമ്പോൾ ദൂത് 1, കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. പരിചയപ്പെടുത്തണമല്ലോ. ആ പരിചയപ്പെടുത്തുന്നത് 14-ാം വാക്യം വായിച്ചോ. 14. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കില്ല, ഇതാ കർത്താവ് സഭയ്ക്ക്
തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. അല്ലയോ ലവോദിക്കിയ സഭയെ, നിങ്ങളോട് ദൂത് പറയുന്ന, നിങ്ങളോട് ആലോചന പറയുന്ന, നിങ്ങളോട് അരുളപ്പാട് പറയുന്ന ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാ പദങ്ങളും എടുത്ത് പറയേണ്ടതാ. അതിന് തുനിയുന്നില്ല. ഒരു പദം ഇപ്പോൾ എടുക്കുക, അതിനെ നേരമുള്ളൂ. നിങ്ങളോട് ദൂത് പറയുന്ന, ആലോചന പറയുന്ന, അരുളപ്പാട് പറയുന്ന ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ ഉറപ്പിക്കുക, ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ, നിന്നെ രക്ഷിച്ച ദൈവം വിശ്വസ്തനാ, നിനക്ക് വേണ്ടി ജീവനെ തന്ന ദൈവം വിശ്വസ്തനാ, നിന്നെ വീണ്ടെടുത്ത നിന്റെ ദൈവം വിശ്വസ്തനാ. കർത്താവിന് മകത്ത് വിശ്വസ്തൻ. അതന്നെ അങ്ങനെ എടുത്തു പറഞ്ഞത്. ഇവിടെ ആരും വിശ്വസ്തന്മാരല്ല. വിശ്വസ്തനായിട്ട് എല്ലാവരും ഞാൻ സഹിതം ഞെളിഞ്ഞിരിക്കുന്നേ. ഒറ്റ ഒരു തമ്മി ഒരു പൂർണ്ണ വിശ്വസ്തൻ എന്ന് കൈ പൊക്കിക്കേ. എനിക്കൊന്ന് കാണാനല്ല, ഇന്ന് നിന്റെ കൂടെ വരെ. അത് വേറെ കേസാ, വേറെ കേസാ. ഞാൻ കൈകാര്യം ചെയ്തോളാം ഇത് കഴിഞ്ഞ്. അപ്പൊ ശ്രദ്ധിച്ചേ, മനുഷ്യന്റെ ഇടയിൽ എല്ലാത്തിനും വിശ്വസ്തനായ ഒറ്റ ഒരുത്തരില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ഞാനും നിങ്ങളുമെല്ലാം അവിശ്വസ്തരാ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ സകലത്തിലും വിശ്വസ്തനായ ഒരുവനേ ഉള്ളൂ. നിനക്ക് വേണ്ടി ജീവനെ തന്ന്, നിന്നെ വീണ്ടെടുത്ത്, നിന്നെ രക്ഷിച്ച്, നിന്നെ സൗഖ്യമാക്കി, നിന്നെ അവൻ രക്ഷിച്ച നസറേയനാകുന്ന യേശു അവിടുന്ന് വിശ്വസ്തനാ. പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിലകപ്പെടാതെ വണ്ണം കാണും. സ്തോത്രം. വിശ്വസ്തനായിട്ട് ഒരുവനേ ഉള്ളൂ. യജമാനത്തവനെ ജ്വാലാഗ്നിലോചനനെ, യജമാനത്തവനെ ജ്വാലാഗ്നിലോചനനെ, യജമാനത്തവനെ ജ്വാലാഗ്നിലോചനനെ, ഉച്ച കഥിരവൻ പോലു ജ്വലലാനനെ, ഉച്ച കഥിരവൻ പോൽ ഊജ്വലലാനനെ, ദേവകുമാര സർവ പാപ വിദൂര ജയിക്ക, ദേവകുമാര സർവ പാപ വിദൂര ജയിക്ക. ദേവകുമാര സർവ പാപ വിദൂര ജയിക്ക, ദേവകുമാര സർവ പാപ വിദൂര ജയിക്ക. എക്ലീശിയയ്ക്കു പ്രേമ വിഗ്രഹമായവനെ, എക്ലീശിയയ്ക്ക് പ്രേമ വിഗ്രഹമായവനെ, മൽക്ലേശമാകി മൂക്യാശിത്രേ ഗണമേ, മൽക്ലേശമാകി മൂക്യാശിത്രേ ഗണമേ, ദേവകുമാര സർവ പാപ വിദൂര ജയിക്ക, ദേവകുമാര സർവ പാപ വിദൂര ജയിക്ക, ദേവകുമാര സർവ പാപ വിദൂര ജയിക്ക. കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രിയരെ, വിശ്വസ്തനായി തൊടുവനേ ഉള്ളൂ. അത് നസറേയനാകുന്ന യേശുവാ. നിന്നെ വഴിയിലിട്ടേക്ക് പോകത്തില്ല, നിന്നെ അനാഥനായിട്ട് വിടത്തില്ല. സ്തോത്രം. ഞാനോ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളോട് കൂടുതലെന്ന് അങ്ങനെ ചെയ്തവനാ ദൈവം. ദീനത്തിൽ നിന്റെ കിടക്ക മാറ്റി വിളിച്ചു തരുന്നവനാ. കഷ്ടതയും പ്രയാസങ്ങൾ മാറി നിൽക്കുന്ന ദൈവമല്ല. ദൈവം നമ്മുടെ സങ്കേതവും അവൻ സ്തോത്രം ബലവും ആ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണെന്ന് അവിടുന്ന് പറഞ്ഞേച്ചപ്പോൾ നിന്റെ ഭാരമെല്ലാം അങ്ങോട്ട് ഇട്ടു കൊടുക്കാനാ പറഞ്ഞേ. സ്തോത്രം. പിന്നെ ഭാരമായിട്ടിരിക്കുക. വിശ്വസ്തനാ, വിശ്വസ്തൻ.
ഇവിടെ വന്ന ആരും വിശ്വസ്തരല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ എല്ലാവരും, ഭാര്യമാരെല്ലാരും ഒന്നും വിശ്വസ്തര. അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് ഹിന്ദി പറഞ്ഞു വരുന്നത് വിശ്വസ്തത എന്ന് പറഞ്ഞാണോ? അച്ഛ അച്ഛ രാജസ്ഥാനിൽ വന്നതല്ലേ? ബേബി നീ ഇത് കണ്ട് ഇളകരുത്. ബേബി ഉണ്ടോ? പിന്നെ നിന്നോടാ പറഞ്ഞേ, ഇങ്ങോട്ട് പോകുമ്പോ അവളെ തല്ലുകയും ചെയ്യരുത്. ദൈവത്തിന് മഹത്വം. ഇളകരുത്. ഇപ്പൊ ഇങ്ങനെ അച്ഛ അച്ഛ എന്ന് പറഞ്ഞിരിക്കുന്ന പേരിക്കുട്ടി ആധാരവും നിന്റെ കണ്ണടയുമ്പം അത് തങ്ങളുടെ കയ്യിലിരിക്കുക. അതിനാ അതുകൊണ്ടാ രണ്ടു കൊല്ലപ്പോഴും അതിൽ രണ്ടുണക്ക ചപ്പാത്തി. സ്തോത്രം. വിശ്വസ്തരല്ല. നിങ്ങളും ഭാരപ്പെടണ്ട, അവരും വിശ്വസ്തരല്ല. അപ്പോ മോളി 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 എന്ന് പറഞ്ഞ് പാമ്പി വരുന്നത് വിശ്വസ്തതയുണ്ടെന്ന് പറഞ്ഞാണോ? അവന്റെ ബോർഡ് മേടിച്ച് നോക്കണം, അന്നേരം അറിയാം വിശ്വസ്തത. അതിലെ ബൈബിള് മറന്നാലും പറയാം നാളെ എടുത്തോളാം, ബോൺ മറന്നാൽ പറയാം എന്റെ ബോൺ തരാൻ പറയും. ഇതിനകത്ത് അതല്ല, അന്നേരം അറിയാം നിന്റെ വിശ്വസ്തത. മനസ്സിലാകുന്നില്ലായിരിക്കും, മനസ്സിലായാൽ മതി. ദൈവത്തിന് മറന്നു. ബൈബിള് മറന്നിട്ട് കുഴപ്പമില്ല, അടുത്ത ആഴ്ച എടുത്തോളാം. മൊബൈലോ എല്ലാം അൺലോക്ക് ഇട്ടേക്കല്ലേ? ഒറ്റ വരുത്തത് ദൈവത്തിന് മറന്നു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. ദൈവത്തിന് മഹത്വം. കൊച്ചുങ്ങളെല്ലാരും ഡാഡി ഡാഡി എന്ന് പറയുന്നത് നിന്നെ കലപ്പിക്കാനൊന്നുമല്ല. സ്തോത്രം. എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. മനസ്സിലായോ? മാതാപിതാക്കളും എല്ലാവരും വിശ്വസ്തരല്ല. അല്ല, കൊച്ചുങ്ങളെ ഇട്ടാൽ അവർ തന്റെ കൂടെ ഓട്ടോയിൽ കയറി പോയത്. അയ്യോ, പേര് പറയണോ? ആ, എന്നോട് 3 മാസം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. അയ്യോ, ഒരു പൊടിക്കുഞ്ഞിനെയും കൂടെ ഇട്ടാ. ഇവിടെ പോയപ്പോ കൊച്ചു കിടന്ന് കരയില്ല. കരണയില്ലാത്തവളും ഉണ്ട്. ഉണ്ടെന്ന് ഇവരെല്ലാം എല്ലാവരുടെയും കാര്യമല്ലേ പറഞ്ഞത്? എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. ഭാര്യയും പിള്ളേരെ ഇട്ടേച്ച് വേറെ ഒരുത്തിയുടെ കൂടെ പോയവനും ഉണ്ട്. കഴിഞ്ഞ ദിവസം കേട്ടത് മലബാറിലും കണ്ടോണ്ടെന്നാ. ഞാൻ ഇങ്ങോട്ടൊന്ന് പോകുന്നുണ്ട് കൺവെൻഷൻ. അവനെ കാണാനല്ല. ഇവിടെ എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. അയ്യോ, വിശ്വാസികൾ എല്ലാവരും വിശ്വസ്തരാണ്. പാഷേ പാഷേ പാഷ എന്ന് പറയുന്ന വിശ്വസ്തത ഉണ്ടാക്കാണോ? പാസ്റ്റർ എന്ന് വിളിക്കില്ല, പാഷ പാഷ. നമ്മൾ നിങ്ങൾക്കെല്ലാം വേണ്ടി ജനിക്കരുത് പ്രാർത്ഥിക്കും. പേര് പറഞ്ഞും കുടുംബം പറഞ്ഞും അവരുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സാക്ഷി പറയുമ്പോഴും എല്ലാം പ്രാർത്ഥിക്കല്ലേ? അതുകൊണ്ടാ പാഷേ പാഷ. അല്ല, മറിച്ചും ഉപദേശിമാരെല്ലാരും വിശ്വസ്തരാണോ? ആ, നല്ല ഏലായി. അമ്മാമയെ സ്തോത്രം. അച്ഛാ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ കൊടുക്കുന്നതുകൊണ്ടാ. അത് കൊടുക്കാതിരിക്കുമ്പോൾ അറിയാം തനിനിറം. എന്നാലും ഞായറാഴ്ച എന്ന് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ പോലെ പുള്ളി നിൽക്കുന്നത്. ഇനി അന്നേരം കൂട്ടുവാരും ചവിക്കുകയും ന്യായുകയും അങ്ങനെയൊക്കെ ആണല്ലോ. അന്നേരം അറിയാം തനിനിറം. നീ വെല്ലുവിളിക്കുകയില് എന്റെ അന്നാലും വെട്ടുവാദം വന്ന് എത്തുപോകും കൊടുത്തില്ലെങ്കിലേ. അല്ല, മീകായിൽ അങ്ങനല്ലേ? പല്ലിന് കടിപ്പാൻ കൊടുത്തില്ലെങ്കിൽ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കുവനാ. പല്ലിനെ കടിക്കാനിട്ട് വാക്യം വായിച്ചു. വിശ്വാസം കണ്ടോ വാക്യം? പല്ലിന് കടിക്കാൻ കൊടുത്തില്ല, വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ച് കിടക്കും. പെട്ടെന്ന് വായിച്ചു, നമുക്ക് സമയമില്ലെങ്കിലും ഒന്ന് വായിച്ചത്. 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചേ. 3:5. എന്റെ ജനത്തെ തെറ്റിച്ചു കളയും. എന്റെ ജനത്തെ തെറ്റിച്ചു കളയും. പല്ലിന് കടിപ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും. എന്തായാലും കൂടെ കൊണ്ടല്ലേ സോത്രനായിട്ട് മനഃപൂർവ്വദാനം അങ്ങനെ ഉണ്ടല്ലോ. അതൊക്കെ കൂടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പറയും വേയിച്ചെന്ന് ദൈവം അനുഗ്രഹിക്കും. ഒരു വിടുതൽ കാണുന്നു. ചില പ്രൊജക്റ്റിന് ഇവൻ നിന്നങ്ങ് ഞെട്ടുക. അത് പല്ലിന് കടിക്കാൻ കൊടുക്കുന്നതുകൊണ്ടാ. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ വായിച്ചോ, കേൾക്കട്ടെ. എല്ലാവരും ജനത്തെ തെറ്റിച്ചു കളയുകയും. ജനത്തെ തെറ്റിക്കുകയാണ് ഇവന്റെ എല്ലാം തൊഴിലല്ല. ജനത്തെ തെറ്റിക്കുക. എങ്ങനെ തെറ്റിക്കുന്നത്? അങ്ങോട്ട് പോകുന്ന വണ്ടി ഒന്നും വിഷയം. മനസ്സിലായോ? അങ്ങോട്ട് പോകുന്നതിനെ തെറ്റിക്കുകയാണ്.
ജനത്തെ തെറ്റിച്ച് കളയുകയും പിന്നെ പല്ലിന് കടിപ്പാൻ വല്ലതുമുണ്ടെങ്കിൽ പല്ലിന് കടിക്കാൻ വല്ലതുമുണ്ടെങ്കിൽ സമാധാനം സമാധാനം പറയും. റോസമ്മേ, നീയും നിന്നെ അനുഗ്രഹിക്കും. ചില വിടുതലുകൾ കാണുന്നു. അമ്മാമ 3 നിലയുടെ മണ്ടേ നിന്ന് ആത്മാവിലാകുന്ന ഞാൻ കാണുന്നപ്പോ റോസമ്മയെ വരവിട്ട് ഇളക്കാൻ തുടങ്ങി. എന്റെ ഇണക്കമാ. സ്തോത്രം. പകച്ചൻ ജംബോ ജെറ്റിൽ പോകുന്നതായിട്ട് ഇന്ത്യയിലല്ല, ബാംഗ്ലൂർ വരെ വന്നിരിച്ചു വരും. സ്തോത്രം. പല്ലിനെ കടിക്കാൻ കൊടുത്താൽ അവനോട് സമാധാനം പറയും. വിടുതലാണ്. ഈ മാസം ഒരു വിടുതൽ, അടുത്ത മാസം ഒരു വിടുതൽ, ഇന്ന് രാത്രി ഒരു വിടുതൽ. 2024 തീരുന്നതിന് മുമ്പ് പിന്നെ മിണ്ട് ഇങ്ങനെ നിൽക്കും. ഇത് കണ്ടോണ്ട് പാവം പിടിച്ച പെണ്ണുങ്ങൾ ഇതോടെ ഒപ്പോ ഇങ്ങനല്ലേ ഇതിന്റെ ഇണക്കെ. നിങ്ങൾ ചില മിടുക്കന്മാരെ കണ്ടില്ലേ? പ്രൈസ്തല്ലോ, നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾ പാവത്തുങ്ങളാ. ഉടനെ അതുങ്ങൾ ഇത് കണ്ടി പിന്നെ നെൻകടഞ്ഞതാണോ ചങ്കടഞ്ഞതാണോ ജാതം മുട്ടിയതാണോ എന്നതാണെന്ന് അറിയാമല്ല. അതുങ്ങൾ ഉടനെ അപ്പോ ഒരു സഹോദരി അപ്പാന്ന് വെച്ചാൽ ഉടനെ അപ്പറേ പിന്നെ ഇളക്കമല്ലേ. താറാവ് വെള്ളത്തിൽ ചാടും പോലെ ഒരു താറാവ് ചാടിയാൽ മതി, പുറകെ വരുന്ന മുഴുവൻ. എന്തിനാന്ന് ഇതുങ്ങൾക്കും അറിയാൻ മേല. അങ്ങനെയാണെന്നില്ല അന്തരീക്ഷം. ഉടനെ നമ്മൾ പറയും ഭയങ്കര സാന്നിധ്യമായിരുന്നു. ഏതാന്ന് ഭ്രാന്തായിരുന്നല്ല. പല്ലിന് കടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവനോട് സമാധാനം പറയും. അടുത്തത് അവരുടെ വായിൽ ഒന്നും വായിലൊന്നും ഇട്ട് കൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കും. മനസ്സിലായോ? എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം അധികം പറയുന്നില്ല. വേണമെങ്കിൽ യെഹെസ്കേല് 22:28 കൂടെ ചേർത്തൊന്ന് വായിച്ചോ. അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചോ. യെഹെസ്കേൽ 28 ആ 22:28 കൂടെ ചേർന്നൊന്ന് വായിച്ചു. 22:28. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുമ്മായം പൂശുക. ഇതൊക്കെയായി ഇവന്റെ എല്ലാം പരിപാടി. കുമ്മായം പൂശി കൊടുക്കുക. സ്തോത്രം. വേറൊരു ഭാഗത്തുണ്ട്, എന്റെ ജനത്തിന് അത് ഇഷ്ടമാണ്. എന്റെ ജനത്തിന് അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, പഴുപ്പും വ്രണവും ചതവും. അത് ഞെക്കിക്കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. എന്റെ ജനത്തിന്റെ പുത്രിയെ ലഘുവായിട്ട് ചികിത്സിക്കുന്നു. ഇതൊക്കെ ആ പരിപാടി. അത് നമ്മുടെ വിഷയമല്ലതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല. ഒരു കാര്യം ഉറപ്പാ, ദൈവം വിശ്വസ്തൻ. നിന്നെ വഴിയിലിട്ടേച്ച് പോകത്തില്ല, അനാഥയായിട്ട് വിടത്തില്ല. മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും വേണ്ടപ്പെട്ടവരും സഭക്കാരും എല്ലാം നിന്നെ ഉപേക്ഷിക്കാത്തൊരു നല്ല കർത്താവുണ്ട്. അവിടുന്ന് വിശ്വസ്തനാണ്. ഓടിച്ച് മുമ്പോട്ട് പോകാൻ ദൈവത്തിന് പകർത്തപ്പോൾ ആ സഭയ്ക്ക് കർത്താവ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. ഞാൻ വിശ്വസ്തനാ. 14 ഒന്നുകൂടെ വായില്. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവശിക്ഷയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവരാണ്. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവ് സഭയോട് ദൂത് പറയുമ്പോൾ തന്നെ പരിചയപ്പെടുത്തി. അങ്ങനെ പരിചയപ്പെടുത്തണമല്ലോ. അതിന് കവിഞ്ഞ് പരിചയപ്പെടുത്തരുത്. പക്ഷെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതാ. എന്നെ ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതാ. അറിയാത്ത ആരിലും ഉണ്ട്, പേരെന്ന് അറിയുന്നത് നല്ലതാ. അനീഷ്. പിന്നെ നമ്മുടെ ആൾക്കാർ ചിലര് അനീഷ് കാവാലം നാടായതുകൊണ്ടാണ്. അതിനപ്പുറം വലിയ പരിചയപ്പെടുത്തലൊന്നും പെടുത്താതിരിക്കുന്നതാ അതാ നല്ലത്. ആർക്ക്? എനിക്കും നിങ്ങൾക്കും. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, കർത്താവിന്റെ ദാസൻ. അതാ ഏറ്റവും ശ്രേഷ്ഠം. ദൈവത്തിന്റെ ദാസൻ. അതിൽ കൂടുതൽ ഒരു ബഹുമാനം പദവി കിട്ടാനില്ല. ഇത് ചിലരെ ഈ മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലരുടെ പരിചയപ്പെടുത്തൽ കർത്താവിന്റെ അനുശോചനം. എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ പിള്ളേർ ഇപ്പോൾ കാനഡയിലും ഹൂസ്റ്റണിലും ഡാലസിലുമുണ്ട്. അവരുടെയും പിന്നെ എന്റെ ഭാര്യയുടെ അനിയത്തി സൂസിയുടെയും എന്നൊക്കെയാണ്. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സോണൽ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി കുന്തം കോടാലിയോ എന്നെ മെനക്കേട് കേസുകളാണെന്നറിയാവോ?
പുള്ളി അവിടെ വന്നത് ഈ കാര്യമെല്ലാം പുള്ളിക്കുണ്ടെന്നും മറ്റവരെല്ലാം കൂടെ ഒന്ന് അല്ലാതെ ആരറിയാനാ? ദൈവത്തിന് മഹത്വം. ഒത്തിരി മെനക്കേട് കേസുണ്ട്, ഒത്തിരി ഉണ്ട്. ദൈവത്തിന് മഹത്വം. ഒറ്റവാക്കി പറയുന്നത് നാം നല്ലത്, ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ ദാസി. അതിൽ കൂടുതൽ എന്നെ പദവി കിട്ടാനാ? ദൈവത്തിന് മഹത്വം. അവളൊന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതാ. പേര് മാത്യു ദാസൻ, പി കെ കോശി അവർ, അത് നല്ലതല്ലേ? അല്ല നിങ്ങൾ ചോദിക്കും ആ സ്റ്റേജിൽ ഒരു വലിയ പെണ്ണിന് നേതാ ഞങ്ങൾ കണ്ടവിടെ പമ്മിയിരിക്കുന്നത്. അവ തെറ്റിദ്ധാരണ. ബഹുമാനപ്പെട്ട പി കെ കോശി അവർ അവ ക്ലിയറായി. വിശുദ്ധ പാസ്റ്റർ മതി ഒന്ന് പരിചയപ്പെടുന്നതാണ്. ചിലര് പിന്നെ ചിലരെ പരിചയപ്പെടുത്തത്തില്ല, പേരൊന്നുമില്ല. അവർക്ക് കുറച്ച് പേർക്ക് അറിയാം ആരാ പറഞ്ഞേക്ക് പോയെന്ന്. എല്ലാവർക്കും ഒന്നും മിണ്ടുന്നില്ല. ഓ മിണ്ടണ്ട. അദ്ദേഹത്തിനായിട്ട് പറഞ്ഞു കൊടുത്തു, എന്തോ പറഞ്ഞു കൊടുത്തു. പിള്ളേരൊക്കെ പറഞ്ഞു നേരത്തെ. അപ്പൊ ഒരു വാക്കുകൊണ്ട് പരിചയപ്പെടുത്തുന്നത് നല്ലതാ. കർത്താവോട് പരിചയപ്പെടുത്തുക. നിങ്ങളോട് ദൂത് പറയുന്ന ഞാൻ, ഓതന പറയുന്ന ഞാൻ, അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഒന്ന് പരിചയപ്പെടുത്തുക. രണ്ട്, അഭിനന്ദനം. പക്ഷെ ഗതികേട് കൊണ്ട് പറയാ, ലവോദിക്ക സഭയ്ക്ക് അഭിനന്ദനം ഒന്നുമില്ല. മറ്റു സഭകൾക്കെല്ലാം കർത്താവ് അഭിനന്ദനം പറഞ്ഞിട്ടുണ്ട്. അല്ല, അഭിനന്ദിക്കുന്നത് നല്ലതാ. ചിലർ അഭിനന്ദിക്കത്തില്ല. ഇപ്പൊ ഒരാള് ഒരു പാട്ട് പാടി, അയ്യോ നന്നായിരിക്കുന്നു, പറയുന്നതിന് തെറ്റൊന്നുമില്ല. ഒരാൾ നല്ലൊരു മെസ്സേജ് പറഞ്ഞു, അത് ഉറക്കുകയാണെങ്കിലും പതുക്കുകയാണെങ്കിലും ഇരുന്നോണ്ടാണെങ്കിലും നിന്നോണ്ടാണെങ്കിലും, പ്രായമുള്ളവരാണെങ്കിൽ വലിയ ശബ്ദമൊന്നും എടുക്കാനൊക്കത്തില്ല, പ്രായത്തിന്റെ ക്ഷീണം കാണും, പക്ഷെ മെസ്സേജ് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ആ അപ്പച്ചനോട് അല്ലെങ്കിൽ ആ സഹോദരനോട് ആ അപ്പച്ച നല്ല മെസ്സേജായിരുന്നു, അവർക്ക് അതിന്റെ സന്തോഷമാണ്. ദൈവനാമവും മഹത്വപ്പെടും. നല്ല മെസ്സേജായിരുന്നു. അയ്യോ ആ ദൂത് എന്നെ ധൈര്യപ്പെടുത്തി. അത് അഭിനന്ദിക്കുന്നതിന് ഞാൻ ചിലരതൊന്നും പറയത്തില്ല, അത് കുശുമ്പ് കൊണ്ട് പറയാത്തതാ. ഇത്ര കുശുമ്പുള്ള എനം ആണെന്ന് കർത്താവ് അഭിനന്ദിക്കേണ്ട സന്ദർഭത്തിൽ ഉണ്ടല്ലോ. ഒരിക്കൽ യേശു പറഞ്ഞു, അയ്യോ ഇസ്രായേലിൽ പോലും ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അഭിനന്ദനമാണ്. ഞങ്ങളുടെ എല്ലാം വിശ്വാസികളാ, ഭയങ്കര വിശ്വാസികളാ. പക്ഷേ അവിടെ ഒന്നും കാണാത്തൊരു വിശ്വാസം ഇവളിൽ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ യേശു വേറൊരു സഹോദരൻ പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാ കേട്ടോ. അഭിനന്ദനമാണ്, വലുതാ. അപ്പൊ അതിന്റെ അർത്ഥം ചെറിയ ആൾക്കാരുമുണ്ട്, ചെറിയ വിശ്വാസക്കാരുമുണ്ട്. ഒരിക്കൽ യേശു പറഞ്ഞു, ബെർയോനാ ശിമോനെ, ഇത് ജനരക്തങ്ങളൊന്നും വെളിപ്പെടുത്തിയതല്ല, സ്വർഗസ്ഥനായ പിതാവാ നിനക്ക് വെളിപ്പെടുത്തിയത്. അഭിനന്ദനമാണ്. ഒരിക്കൽ യേശു പറഞ്ഞു, അയ്യോ സാക്ഷാൽ ഇസ്രായേലിന് ഇവന് അഭിനന്ദനമാണ്. നമുക്കും ആ മനസ്സുണ്ടായിരിക്കണം. ഒരു മാന്യ സഹോദരി യോഗ്യമായി വസ്ത്രം ധരിച്ചാൽ സിസ്റ്ററെ ഇണങ്ങുന്നുണ്ട്, യോഗ്യമായിരിക്കുന്നു. ഒരു സഹോദരൻ യോഗ്യമായി വസ്ത്രം ധരിച്ചു വന്നാൽ ഇണങ്ങുന്നുണ്ട്, നന്നായിരിക്കുന്നു. അല്ലാതെ കുശുമ്പ് കുത്തി നോക്കുകയല്ല. അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. സഭായത്തിനല്ലെങ്കിൽ യോഗങ്ങൾക്ക് ഒരാൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു, വചനം കോട്ട് ചെയ്ത് പരിജ്ഞാനത്തോടെ ദൈവകൃപയോടെ പ്രാർത്ഥിച്ചു, ഇറങ്ങി വരുമ്പോ ഒന്ന് പറയുന്നത് നല്ലതാ, നന്നായിരുന്നു പ്രാർത്ഥന കേട്ടോ, ഞങ്ങളും ബലപ്പെട്ടു. അത് പറയുന്നില്ല ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന കുശുമ്പൻ മുഴുവൻ കുശുമ്പാകുന്നില്ല. ഒരു ദൈവദാസനെ ആരുമാകട്ടെ നന്നായി ശുശ്രൂഷിച്ചു, അവൻ നമ്മൾ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. സ്തോത്രം പറഞ്ഞു, വാക്യം വായിച്ചു, പാട്ട് പാടുന്നെങ്കിൽ അറിയാമെങ്കിൽ ചേർന്ന് പാടി, കൈയടിക്കുന്ന സന്ദർഭം അരികാണെങ്കിൽ കൈയടിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ഉത്സാഹിപ്പിക്കണം. അല്ലാതെ അവിടെ നിന്ന് കുശുമ്പ് കുത്തരുത്. ഈ കൊടുത്താലേ കിട്ടുവോളെന്ന് ചില ഉപദേശമാരുണ്ട്. അവര് മറ്റുള്ളവര് പ്രസംഗിക്കുമ്പോൾ അനങ്ങുകയില്ല, ഇവര് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും 11 KB പിടിച്ച പോലെ ഇരുന്നാണ്. അതൊന്നും ഒരു നല്ല നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനവിടെ കൂട്ടായ്മയ്ക്ക് വന്ന് ദൈവവചനം ആരെല്ലാം പറഞ്ഞാൽ ഞാൻ ഇതുപോലെ പെട്ടെന്ന് വാക്യം വായിച്ചു കൊടുക്കും. ഞാൻ കൊടുക്കും. അന്ന് വന്നപ്പോൾ ഞാൻ പിന്നെ അത് അച്ചാന് മാത്രമല്ല, ആരും വന്നാലും ഞാൻ വാക്യം വായിച്ചു കൊടുക്കും. അല്ല, ഞാൻ വായിച്ചു കൊടുക്കുന്നതന്നെ, ഞാൻ ആരും അല്ലല്ലോ.
ചിലരെ ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ച് BTH BD ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അനങ്ങുകയല്ല, കക്ഷത്തിൽ 2 ഇഷ്ടിക ഇരിക്കുന്നത് പോലെ സംസാരം. എവിടെ ബ്രദറിന്റെ എന്നതാണ് ചുമ്മാ കൊടുത്താലേ കിട്ടുമോ? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവ് അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷേ സഭയ്ക്കുള്ള അഭിനന്ദനം നിങ്ങൾ അണ്ടത് വായിച്ച ആ 2-ാം അധ്യായം എടുത്ത അഭിനന്ദനം, 2-ാം അധ്യായം ദൈവത്തിന് മഹത്വം അഭിനന്ദിച്ച കാര്യം അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. 2:6 വായിച്ചേ. അഭിനന്ദനം. എങ്കിലും നിക്കോലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു, എങ്കിലും നിക്കോലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്ന് ഒരു നന്മ നിനക്കുണ്ട്. അഭിനന്ദനം കണ്ടോ, അഭിനന്ദനം. ഇനി ആ 2:13 വായിച്ചേ. 13 നീ എവിടെ പാർക്കുന്നു എന്നും സാത്താന്റെ സിംഹാസനമുള്ളിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്ങളുടെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അത് അഭിനന്ദനമാ. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്ങനെയുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അത് അഭിനന്ദിക്കാം. 2:19 വായിച്ചേ. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയെന്നും അറിയുന്നു. കണ്ടോ, അഭിനന്ദനമാ. 3:4 വായിച്ചേ. 3:4 എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേര് സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. അഭിനന്ദനമാ. 3:8 വായിച്ചേ. 3:8 ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. അഭിനന്ദിക്കുക. ദൈവമക്കളെ, അന്യോന്യം അഭിനന്ദിക്കേണ്ട സമയത്ത് അഭിനന്ദിക്കണം. അതിന് കടന്നു പോകരുതെന്നേ ഉള്ളൂ. അഭിനന്ദിക്കണം. കർത്താവ് നമുക്ക് മാതൃകയാണ്. അപ്പൊ സഭകളെയൊക്കെ കർത്താവ് അഭിനന്ദിക്കും. പക്ഷെ ഗതികേട് ലവോദിക്ക സഭയ്ക്ക് അഭിനന്ദനം ഒന്നുമില്ല. ഉണ്ടാകല്ലേ വല്ലതും ഇല്ലാത്തത് പറയുകയും ചെയ്യരുത്. അന്ന് മരിച്ചു കിടന്നപ്പോൾ അന്ന് ഉപദേശം പറഞ്ഞു, ഈ അച്ചായനെ പറ്റി പറയുവാൻ ഏറെ ഉണ്ട്. ഇതുപോലെ ആർദ്രതയും അനുകമ്പയും മഹാമനസ്കൃതയും കരുണയും ഒക്കെ ഉള്ള ഒരാള് ഈ ദേശത്തുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കരഞ്ഞോണ്ടിരുന്ന ഭാര്യ കൊച്ചുങ്ങളെ ഞോണ്ടി വെച്ച് പറഞ്ഞ നമ്മുടെ അച്ചായനെ പറ്റി തന്നെയാണോ എന്ന് പുള്ളിയോട്. കാരണം കൈയറത്ത ഉപ്പ് തേക്കാത്തവനായി വടിക്കമ്പ് പോലെ കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, മരണ വീട്ടിൽ പറയുന്ന വളരെ ശ്രദ്ധിച്ചു വേണം. ഞാൻ സഹിതം ഈ വാത്സല്യ അമ്മച്ചി, ഇതുപോലൊരു അമ്മച്ചി ഈ തള്ള ഒരു കുഞ്ഞുങ്ങൾക്ക് ഗുണം ചെയ്യാത്ത തള്ളയാ. നാട്ടുകാർ തന്നെ വെച്ചേക്കുക. അങ്ങോട്ട് പറഞ്ഞേച്ചിറങ്ങി ചെല്ലുമ്പോ അവര് നല്ല വേണം. ഇങ്ങനെ പറഞ്ഞു, എന്നോടുള്ള ബന്ധത്തിൽ ഈ അമ്മച്ചി അങ്ങനെ പറയുന്ന ആ തല്ലുകൊള്ളാതെ പോരാ. കാരണം മരുമകളെ നന്നായിട്ട് പൊരിപ്പിച്ച തള്ളയായി കിടക്കുന്നത്. അവള് വരാൻ താനങ്ങോട്ട് വന്നേരി ഞാൻ പിന്നെ കണ്ടോളാന്ന് പറയും. അല്ലെ അവളെ ആങ്ങളയ്ക്ക് മെസ്സേജ് കൊടുക്കണ്ട, അവൻ വരുന്നുണ്ട്, നമുക്ക് മുടി കുടിക്കണം. ഉള്ളതേ പറയാമോ. ചിലരെ മരിച്ചു കൊടുക്കുമ്പോ സമയം പറയും, ഈ അച്ഛൻ ഈ സഭയുടെ ഇവനായിരുന്നു സഭയുടെ ഏറ്റവും വലിയ നാശം. ഇവൻ ഇതിനകത്ത് കയറി അന്ന് മുതൽ ഒരുത്തൻ ഇതിനകത്ത് വരാത്ത. ഇവനിങ്ങനെ അടക്കോടി ഇരിക്കുമ്പോൾ ഇതിനകത്ത് കയറി ഒരു മുട്ട ഇട്ടിട്ടുമില്ല. പണ്ട് 80 ലിറ്റർ മുട്ട ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ കൊക്കുകയായിരുന്നു. ഉള്ളതേ പറയാവൂ, ഉള്ളത് പറയുകയും ചെയ്യണം, അതിന് കവിഞ്ഞു പോവുകയും ചെയ്യരുത്. അഭിനന്ദനം, അത് കർത്താവ് നമുക്ക് മാതൃകയാണ്. സഭയെ അഭിനന്ദിച്ചു. പക്ഷെ ലവോദിക്ക സഭയെ അഭിനന്ദിക്കാനൊന്നുമില്ല. ലവോദിക്ക സഭയെ കർത്താവ് ആക്ഷേപിച്ചു. എന്തുവാ ഇവരുടെ മേലുള്ള ആക്ഷേപം? 15-ാം വാക്യം വായിച്ചത്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ഇതാണ് ആക്ഷേപം. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. നീ ഇങ്ങനെ ഞായറാഴ്ച വന്ന് പമ്പി ഇരിക്കുന്നതേ ഉള്ളൂ. നീ പ്യുവർ പെന്തിക്കോസ് അല്ല. എന്നാ നീ സമുദായോ അല്ല. ഏതാന്ന് നിനക്കും വലിയ വെളിവില്ല. നീ ഇങ്ങനെ ഞായറാഴ്ച പമ്പി വന്ന് മുണ്ടി ഇരിക്കുമ്പോൾ ഇരിക്കുന്നതല്ലാതെ സ്തോത്രം തോന്നുമ്പം വരിക, ചില സമയം കണ്ടിട്ടില്ല, തോന്നുമ്പം വരിക, തോന്നുമ്പോ ഇടക്കൊക്കെ അറിയില്ല. ഞങ്ങളുടെ പറയാനുള്ളത് എന്തിനാടാ പോകുന്നെന്ന് ചോദിക്കും. ആരാധനൊക്കെ മൊബൈൽ
ചാടുക. എടാ ആകെ കൂടെ ഒരു ഞായറാഴ്ച കിട്ടുന്നത് അങ്ങേയറ്റം പോയാൽ ചില സഭയിൽ 3 മണിക്കൂറാണ്. അതും വലിയ ഞെങ്ങി ആയിരിക്കുന്ന. അല്ലെ 4 ആയിക്കോട്ടെ. ഒരു ദിവസത്തിൽ 24 മണിക്കൂറല്ലേ മോളെ? എത്ര ഉണ്ട് ഈ കുഞ്ഞെ? അവർക്കറിയാമോ എത്ര ഉണ്ട്? ഉറപ്പാണോ? ഞാൻ പറഞ്ഞോട്ടെ. ഒരു ദിവസം 24 മണിക്കൂറാ. ഈ 24 മണിക്കൂറിൽ 4 മണിക്കൂറുകൾ, അത് ഒരാഴ്ച 4 മണിക്കൂറുകൾ ദൈവത്തെ ആരാധിക്കാൻ. ആ 4 മണിക്കൂർ നിനക്ക് ഈ മൊബൈൽ ഒന്ന് മാറ്റി വെക്കാൻ മേലെ നീ എന്തിനാടാ തള്ളിക്കൊണ്ട് ഇതിനകത്ത് വരുന്നേ? ഒരു ദിവസം 24 മണിക്കൂർ, ഒരാഴ്ച 7 × 24 കൂട്ടി പറ, പെട്ടെന്ന് കുറിച്ച് പറ. എനിക്ക് കണക്കറിയത്തില്ല. മാക്സിമം ഞാൻ പുറകോട്ടാ. നിങ്ങൾ പറ. ഞങ്ങൾ പറഞ്ഞിട്ട് ഇയാളങ്ങനെ പ്രസംഗിച്ച് തെളിയണ്ടെന്നായിരിക്കും. പെട്ടെന്ന് പറയാൻ കേൾക്കാൻ മേല. 100 ആന്നേ ഉറപ്പിച്ചോട്ടെ. പറ, ഉറപ്പിക്കുക. 168. ഈ 168 മണിക്കൂറിൽ ഒരു ഞായറാഴ്ച നിനക്ക് 4 മണിക്കൂർ നിന്റെ ഈ കുന്തം മാറ്റി വെക്കാൻ മേലെ. അതിപ്പോ ഉപദേശിമാര് വരെ സ്റ്റേജിൽ നിന്നുകൊണ്ട് പോകേണ്ടിരിക്കുന്നവന്മാരുണ്ട്. ഞാൻ യോഗത്തിൽ പിന്നെ വിളിക്കും. എന്നോട് ആര് പറഞ്ഞു യോഗത്തിൽ വരാൻ? ഇതൊന്നും ശരിയല്ല. നിങ്ങൾ യോജിക്കുവോ ഇല്ലയോ അതൊന്നും എനിക്ക് വിഷയമോ അല്ല. ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ പറയാം. ആരാധനയ്ക്ക് കയറിയാൽ ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചാൽ എടുക്കത്തില്ല. ഇന്ത്യയുടെ പ്രഥമ പൗരൻ അദ്ദേഹമാണല്ലോ, എടുക്കുകയല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയാ വിളിക്കുന്നത്. എന്നോട് പറയാ സഭായത്തിന് പ്രധാനമന്ത്രി വിളിക്കുന്നു, സഭായ കഴിഞ്ഞേക്ക് വിളിക്കാൻ പറയാം, അല്ലെ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കാം. സ്തോത്രം. ആരാധനയ്ക്ക് ഒരു ബഹുമാനവും ആദരവും കൊടുക്കണം. എല്ലാരും അല്ല, ചില പാട്ടുകാർ നിങ്ങളെ ഞാൻ കണ്ടില്ല കേട്ടോ. ചില പാട്ടുകാർ പാട്ട് പാടി വെച്ച് പിന്നെ ഇവിടെ നിന്ന് മൊബൈലിൽ അങ്ങ് പണിയാ, ഭയങ്കര പണിയാ. ചിലവിന് ഇത് പാട്ടങ്ങ് പോകുക, അവിടെ നിന്ന് അടിക്കുന്നു, രസിക്കുന്നു. എല്ലാവരുടെയും കാര്യമല്ല. ഇതിനൊരു ബഹുമാനം കൊടുക്കണം കേട്ടോ. ഇതിനൊരു ബഹുമാനം കൊടുക്കണം കേട്ടോ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം കേട്ടോ. അവിടുന്ന് മാത്രമാ മഹത്വത്തിന് പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യൻ. ദൈവത്തിന് മഹത്വം. ഇത് ആക്ഷേപമാ, ശീതമാനമല്ല, പ്രതിദോഷാണോ അതുമല്ല, സമുദായമാണോ അതുമല്ല. അങ്ങനെ ഇപ്പോഴത്തെ പോക്ക് കണ്ടാലും അറിയത്തില്ലല്ലോ. കൂട്ടിയിടിക്കുമ്പോഴാ സ്തോത്രം. പ്രതിദോഷല്ലേ എവിടാ പോണത്? ഏതാണ് ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറെ എണ്ണം. ദൈവത്തിന് മഹത്വം. പണ്ടൊക്കെ പറയണ്ട, കാണുമ്പോൾ അറിയാൻ ബന്ധിക്കോസാണ്. പിന്നെ സംസാരിക്കുമ്പോ കുറച്ചുകൂടെ അടുപ്പം കൂടും. അങ്ങനെയുള്ള കാര്യങ്ങളാ സംസാരിക്കുന്നത്. ഇന്നതൊന്നുമില്ല. വല്ലാത്തൊരു കാലമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ശീതവാനുമല്ല, ഒന്നേ തണുപ്പായിരിക്കണം, അല്ലേ ചൂടായിരിക്കണം. ഇത് തണുപ്പുമല്ല, ചൂട്, തണുത്ത വെള്ളമല്ല, ചൂടുവെള്ളമല്ല. അപ്പൊ പിന്നെ വാട്ടവെള്ളമാ. വാട്ടവെള്ളം കുടിക്കാനുള്ള ഗതികേട് ഞാൻ പറയണ്ടല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പം ഗതികേട്. സ്തോത്രം. പാട്ടപ്പെന്തിക്കോസൻ. ഇതമല്ലുഷ്ണഭൂമല്ല അതിൻ ഗുണം ഏതെന്നു നിജഭൂമില്ല. ശിതമല്ലുഷ്ണഭൂമല്ല അതിൻ
ಗುಣ ಏದನ್ನು ನಿಜವೋ ಅಲ್ಲ ಎಬಿದಾನಿನಿಯು ನೀವಾಡಿಯ ಜಲಂ പോലെ എബിദാനിനിയു നീവാടിയ ജലം പോലെ ഓ നാർഗടിയുകഞ്ഞ മമവായിൽ നിന്നു പുറത്തുമെഴുന്നേടും പരമാത്മാപുര ചെയ്യും ഓടിയല്ല സഭകളും ശ്രമിക്കണം പരമാത്മാപുര ചെയ്യും ഓടിയല്ല സഭകളും ശ്രമിക്കണം സ്ഥിരനാം സാക്ഷിയും വിശ്വസ്തനുമായി സ്ഥിരനാം സാക്ഷിയും വിശ്വസ്തനുമായി സ്ഥിരനാം സാക്ഷിയും വിശ്വസ്തനുമായി Dinamodi Google Supermegum Tawa Paramatma Pura Jayum Modi Allah Sabagelum Sabike Apa sedikit Gimana betulnya ajaib ശീലവാനുമല്ല നീ പെന്തിക്കോസിലാണെങ്കിൽ നല്ല പെന്തിക്കോസായിട്ട് നിൽക്കണം കുഴപ്പമില്ല സമുദായത്തിലാണെങ്കിൽ വൃത്തിയായിട്ട് അവിടെ നിൽക്കണം ഇതെങ്ങും അല്ലാതെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലും ഇരിക്കരുത് എങ്ങോട്ട് വേണേലും മിണ്ടുന്നില്ല ഓ മിണ്ടണ്ട സ്തോത്രം പണ്ട് ബിയ്യത്തമ്പിച്ചായും പറയുവാന്ന് കിണറാന്നോ അതുമല്ല കുളവാന്നോ അതുമല്ല കുളവ് കിണറുമല്ല കുളവല്ല ശീലവാനുമല്ല ഉഷ്ണവാനുമല്ല അങ്ങനെ നിന്നിട്ട് കാര്യമില്ല എടാ നീ തന്റെ ഇടത്തോടെ വേണം ഞാൻ പെന്തിക്കോസാനം പറയണം പറഞ്ഞാൽ മാത്രം പോരാ അത് പ്രവൃത്തിയിലും കൂടെ കാണിക്കണം ദാനിയേൽ ഹൃദയത്തിൽ തീരുമാനിച്ചു ഏതാ രാജാവിന്റെ ഭോജനം കൊണ്ട് രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ട് എന്നെ തന്നെ നമ്മളും അങ്ങനെ ഹൃദയത്തിൽ തീരുമാനിക്കും പക്ഷെ അവസരം കിട്ടുമ്പോൾ അടിക്കുകയും ചെയ്യും വീഞ്ഞു അടിക്കും ദാനിയേൽ ഹൃദയത്തിൽ തീരുമാനിച്ചു വെച്ച് ആ തീരുമാനം നടന്നു വരുത്താൻ ഷണ്ണാധിപനോട് എന്ന് പറഞ്ഞു എനിക്ക് ഈ ഫുഡ് വേണ്ട ഞങ്ങൾക്ക് പച്ചവെള്ളവും ശാകവും നമ്മൾ തീരുമാനമൊക്കെ എടുക്കും പക്ഷെ നോക്കുമ്പോൾ അവിടെ നിന്ന് അടിക്കുന്നത് കാണാം പേരൊന്നും പറയുന്നില്ല സ്ഥലവും പറയുന്നില്ല പണ്ട് ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധുവായ വിധവ സ്ത്രീ കല്യാണം നടത്തി മകളുടെ കല്യാണം അപ്പോൾ സഭയിലെ ഒരാളുണ്ടായിരുന്നു അപ്പം അദ്ദേഹവും ഉണ്ട് അദ്ദേഹത്തേക്ക് കല്യാണം വിളിച്ചതാ അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ പുള്ളി ഈ സാധുവായ അമ്മയുടെ അടുത്ത് പറഞ്ഞു എന്നെ ഭക്ഷണത്തിന് ഞാൻ വിളിക്കാൻ അപ്പൊ ആ സാധുവായ വിധവ സ്ത്രീ പറഞ്ഞു അയ്യോ ഞാൻ ഒരു വിധവ സ്ത്രീയല്ലേ എല്ലാരെയും എനിക്ക് ഒത്തില്ല കഴിച്ചോന്ന് ചോദിക്കാൻ അയ്യോ എന്നോട് ക്ഷമിക്കണം അങ്ങനെ പുള്ളിക്കറി ഒന്ന് കൊമ്പ് കൊടുത്തു നിങ്ങൾക്ക് വിളിക്കുന്നവരെ മാനിക്കാൻ അറിയാമല്ല അപ്പടി ഇപ്പടി എന്ന് പറഞ്ഞു അപ്പൊ ആ സാധു സ്ത്രീ പറഞ്ഞു അയ്യോ എന്നോട് ക്ഷമിക്കും ദൈവനാമത്തിൽ ക്ഷമിക്കും ഞാൻ ഒരു വിധവയല്ലേ എന്തെല്ലാം കാര്യങ്ങൾ ആസ്വദിക്കുന്നത് എനിക്ക് ഒത്തില്ല എന്നോട് ക്ഷമിക്കേ ഞാനിപ്പോ അങ്ങ് ക്ഷമിച്ചിരിക്കുക അതെല്ലാം കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് അന്നൊക്കെ വീഡിയോ ആയാ എടുക്കുന്നത് വീഡിയോ എടുത്തപ്പോ ഇയാള് നല്ല ശരിക്കിരുന്ന് പെരുക്കുന്നു ശരിക്കിരുന്ന് കഴിക്കുന്നു പുള്ളി ഓർത്തില്ല പുള്ളി കഴിക്കുന്നത് സ്തോത്രം മനസ്സിലായോ ജീവിക്കുകയാണ് നല്ല പെന്തിക്കോസായിട്ട് ജീവിക്കേ സമുദായത്തിലാണെങ്കിൽ അങ്ങനെ ചിട്ടേ പോവും ഇവിടെ അമ്പലത്തിലാ പോകുന്നെങ്കില് സന്ധ്യാകുമ്പോൾ നാമം ജപിക്കണം രാവിലെ ക്ഷേത്ര ദർശനം നടത്തണം
അതിന് ചിട്ടകളുണ്ട്. പള്ളിയിലാ പോകുന്നെങ്കിൽ കുർബാന മുടക്കരുത്. പള്ളിയിലെ ചിട്ടകളും ക്രമങ്ങളും ഉള്ളത് അനുസരിക്കണം അവിടെ നിൽക്കുന്നെങ്കിൽ. അതല്ല, നീ സത്യദൈവത്തെ ഭജിക്കുവാൻ, നിത്യജീവനെ പ്രാപിക്കുവാൻ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ മാർഗത്തിൽ വന്നാൽ ഇതിന് പ്രമാണമുണ്ട്. നീ പ്രമാണത്തിൽ നിൽക്കണം. മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, യേശുനാമത്തിലല്ല. പിതാവിന്റെയും പുത്രന്റെയും യേശുവായിട്ട് സ്നാനപ്പെട്ട് മുടികൾ സ്നാനം, ആത്മസ്നാനം പ്രാപിച്ച് ഇല്ലെങ്കിൽ ഇത് വിശ്വസിച്ച് കാത്തിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു സഭയുടെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദി ഒന്നതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. നീ വേർപാട് പാലിക്കണം. ദൈവത്തിന്റെ പ്രമാണം. ചെണ്ടപ്പുറത്ത് പോകണമെന്നല്ല നീ പോകരുത്. ഇത് 28 മാമൂസാക്കി ആണ്ടിയാത്തനും അടിയന്തരത്തിനും 40-നും 20-നും 16 അടിയായി പോയി അങ്ങ് പൂണന്റെ തീറ്റി നിന്ന് അനിയത്തിയുടെ കൊച്ചിന്റെ 28 ചരടും മേടിച്ചോണ്ട് പോവുക. ആത്മാവിലായത് അങ്ങേ ഞായറാഴ്ച ഇവിടെ വന്ന് തുള്ളുക, അറുകല തുള്ളും പോലെ. എന്നാത്തിന് എല്ലാത്തിനും ഉണ്ടല്ലോ. കൺവെൻഷനും വന്ന് വേണ്ടിയിരിക്കുക. അയൽക്കൂട്ടം തിരുവാതിര കളി അതിനും പോയി. കാരണം അവിടെ നിന്ന് ലോൺ എടുത്തേക്ക് വന്നിരിക്കുക. പെണ്ണുങ്ങൾ വെച്ചേക്കോ? പെണ്ണുങ്ങൾ പറഞ്ഞത് ലോൺ അടച്ചില്ല, ഒന്നെങ്കിൽ ലോൺ അടക്കില്ല, തിരുവാതിരയ്ക്ക് വരണം. ആണ് ഞാൻ തിരുവാതിരയ്ക്ക് വന്നേക്കാം. എന്തോ വേർപാടാണ്. വേർപാട് പാലിക്കണമെന്ന് ഇതിന്റെ ഉപദേശം ഇതാ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിൽ ഭീതി. അങ്ങനെ തന്നെ പുസ്തകത്തിൽ പ്രമാണം. ദൈവത്തിന് മഹത്വം. വേർപാട് പാലിക്കാത്തതെല്ലാം പട്ടുപോകുന്ന കൊരിന്ത്യ ലേഖനം. സഹോദരന്മാരും നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും മേഘത്തിന് സമുദ്രത്തിന് സ്നാനം പറ്റി മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം നിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയിൽ നിന്നവർ കുടിച്ചത് ആ പാറ ക്രിസ്തു. അടുത്ത വാക്യം, എങ്കിലും മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. എന്നാ പ്രസാദിക്കാഞ്ഞത്? താഴോട്ട് പഠിക്കുമ്പോൾ 1 അവൻ മോഹം, ദുർമോഹം, 2 വിഗ്രഹാരാധന, 3 പരസംഗം, 4 ദൈവത്തെ പരീക്ഷിക്കുന്നു, 5 പിറുപിറുപ്പ്. അവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. എങ്കിലും അവൻ മിക്കവരിലും ദൈവം പ്രസാദിച്ചു. എങ്കിലും മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. തെള്ളി കിട്ടുന്ന കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഞങ്ങളൊരു കാര്യം അറിയണം. തെള്ളി കിട്ടുന്നത് അതിനെ തെള്ളി കിട്ടത് തെള്ളി ചെന്നുകൊണ്ടാ തെള്ളി കിട്ടത്. ഈ ആഴ്ചയില്ലാത്തതെല്ലാം പോയി ഞായറാഴ്ച തള്ളി അങ്ങോട്ട് അപ്പൊ തെള്ളി കിട്ടും. അവിടെ കിടക്കാൻ പറഞ്ഞു. നിങ്ങളെ അറിയാതിരിക്കരുതെന്ന്. കാരണം എന്നാ? ഒന്ന് ദുർമോഹം. ആ ദുർമോഹമില്ലേ? അവര് മോഹിച്ചതുപോലെ അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികളാകാതിരിക്കേണ്ടതിന്. അടുത്തത് പരസംഗം, വിഗ്രഹാരാധന. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാനും എഴുന്നേറ്റു എന്നെഴുതിയിരിക്കുന്ന പ്രകാരം അവർ ചെല്ലെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ. ഒരു സ്തംഭമാകട്ടെ, സ്തൂപമാകട്ടെ, വിഗ്രഹമാകട്ടെ, രൂപമാകട്ടെ, സദൃശമാകട്ടെ കൊത്തി ഉണ്ടാക്കരുതെന്ന പുസ്തകത്തിലെ പ്രമാണം. അവരിൽ ചിലർ പരസംഗം ചെയ്ത്. അപ്പൊ ഒരു വിഗ്രഹം ഉണ്ടാക്കരുതെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നില്ലേ? വേദപുസ്തകം എങ്ങനെയാ പഠിപ്പിക്കുന്നത്? അത് അങ്ങനെ തന്നെ. ആണിന്റെ സാദൃശ്യം ഉണ്ടാക്കരുത്, പെണ്ണിന്റെ സാദൃശ്യം ഉണ്ടാക്കരുത്. അമ്മയുടെ ഉണ്ടാക്കരുത്, അപ്പന്റെ ഉണ്ടാക്കരുത്. അപ്പനെ അമ്മയെ ബഹുമാനിച്ചോണം. അങ്ങനെ എഴുതിയേക്കുന്നത്. ആണിന്റെ ആകട്ടെ പെണ്ണിന്റെ ആകട്ടെ ഒരു സാദൃശ്യം ഉണ്ടാക്കരുത്. അവിടുത്തെ പുസ്തകത്തിൽ അങ്ങനെയല്ലേ നമ്മൾ വായിച്ചേ? ദൈവത്തിന് ഇവിടെ ഈ ഭാഗം വായിച്ചേ. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവീൻ. നന്നായിട്ട് സൂക്ഷിക്കണം. പിന്നെ യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്നുകൊണ്ട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. പിന്നെ എന്തിനാ അവിടെ എവിടെയൊക്കെ രൂപം ഉണ്ടാക്കി വെക്കുന്നേ? അതുകൊണ്ട് നിങ്ങൾ ആണിന്റെ അപ്പച്ചാന്നും പറഞ്ഞൊന്നും ഉണ്ടാക്കി വെക്കരുത്. ആണിന്റെ. പിന്നെ പെണ്ണിന്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനും ഉണ്ടാക്കരുത്. പെണ്ണിന്റെ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെ പോത്തിന്റെ ഉണ്ടാക്കരുത്.
സ്തോത്രം. ഓത്തിന്റെ സാധനം ഉണ്ടാക്കരുത്, കാളയുടെ ഒന്നും ഉണ്ടാക്കരുതെന്ന് മനസ്സിലാകുന്നില്ലേ? ഞാൻ കാവാലത്തിൽ നിർത്തിക്കൊണ്ട് വന്നതില്ല, വേറെ വിധത്തിന്റെ കാര്യം വായിപ്പിക്കുക. വളരെ എന്നെ ഇങ്ങനെ നോക്കുന്നത്. സ്തോത്രം. എനിക്കിപ്പം വേറെ പുസ്തകം പ്രസംഗിക്കാൻ മേലേ. വേറെ പുസ്തകം പ്രസംഗിക്കാനല്ലേ എന്നെ വിളിച്ചേ? പിന്നെ ഞാനത് പറയുമ്പോ മുഖത്തൊരു പ്ലാനത പോലെ. ദൈവത്തിന് മഹത്വം. ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സഹോദരിച്ചമാരൊന്നും പറ്റത്തില്ലെന്ന്. പിന്നെ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെ കാളയാകട്ടെ, പശുവാകട്ടെ, ക്രാവാകട്ടെ, കന്നാലി ഒന്നിന്റെ. പിന്നെ അടുത്തത് ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയും, ഒരു പക്ഷി, ഗരുഡനാകട്ടെ, പരുന്താകട്ടെ, പുള്ളാകട്ടെ, പ്രാപ്പിടിയനാകട്ടെ, കുരുകിലാകട്ടെ, മയിലാകട്ടെ, മയിലാകട്ടെ, മേടത്തെയാകട്ടെ, തത്തകൾ പലതറിഞ്ഞാരകൾ, കുളക്കോഴി, നത്തോട്, പൊന്മാൻ, മരം കൊത്തിയും വേഴാമ്പലും. ഇതിന്റെ ഒന്നും പറ്റിയാലെന്ന്. പിന്നെ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതി, ഒരു ഇഴജാതി. നീർക്കോലിയുടെ രൂപം ഉണ്ടാക്കരുത്, പൊളകന്റെ ഉണ്ടാക്കരുത്, കട്ടപ്പൊളകന്റെ ഉണ്ടാക്കരുത്. കട്ടപ്പൊള മുട്ടനായിട്ടുള്ളതാ, കണ്ടിട്ടുണ്ടോ? ചേരയുടെ ഉണ്ടാക്കരുത്, അണലിയുടെ ഉണ്ടാക്കരുത്, ചേനത്തണ്ടന്റെ ഉണ്ടാക്കരുത്. വെമ്പാല നമ്മുടെ അവിടെ അല്ല, അത് തലവാ, രാജവെമ്പാല. ഒന്നും പറ്റുകയല്ലെന്ന് ആ പുസ്തകത്തിൽ വാക്യം. പിന്നെ ഭൂമിയുടെ യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു വെള്ളത്തിലുള്ള മത്സ്യം, ചൂടം മുതൽ തിമിംഗലം വരെ ഒന്നും പാടില്ല. ഇതാ വേറെ പുസ്തകത്തിലെ പ്രമാണം. ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയെ വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. വഷളത്വം പ്രവർത്തിക്കരുതെന്നാണ് വേറെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. ഇതിന് ഘടകവിരുദ്ധമായിട്ട് ചെയ്തത് കൊണ്ടാണ് ഇവരെ തെള്ളിയിട്ടത്. കൊരിന്ത്യലേഖനത്തിൽ അങ്ങനെ ഒന്ന് ഇവരെ ദുർമോഹം, 2 വിഗ്രഹാരാധന, 3 വനസംഘം, 4 പിറുപിറുപ്പ്, 5 ദൈവത്തെ പരീക്ഷിക്കുന്നു. ദൈവത്തിന് മഹത്വം. ആടെ സമയം പോകുന്നുണ്ടെന്ന് അടങ്ങുക ഞാന്. അപ്പൊ ഇതുകൊണ്ട് ഇവരെ തെള്ളി കിട്ടി. കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഒന്നെങ്കിൽ നീ പ്യൂർ പെന്തിക്കോസ് ആയിരിക്കണം, വേർപാട് പാലിക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ദൈവത്തിന് മഹത്വം. ഇത് വേർപാട് ഉപദേശമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ആക്ഷേപം ഇതാ. ഒന്നുകൂടെ വായിച്ചു. ആക്ഷേപം 15-ാം വാക്യം, വെളിപ്പാട് 3:15. ആക്ഷേപം. ലവോദിക്കയെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയിൽ ദൈവശക്തിയുടെ ആരംഭമായും ആമേൻ എന്ന് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ആക്ഷേപമാണ്, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ഓടിച്ചു പറയുക. ഇനി അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. മുന്നറിയിപ്പ്. ദൈവത്തിന് സ്തോത്രം. ആ മുന്നറിയിപ്പാണ് 16-ാമത്തെ വാക്യം വായിച്ചത്. 16 മുന്നറിയിപ്പ്. ഇങ്ങനെ ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളെയും. അധിക നാള് നിന്നെ ഇനി വെച്ചോണ്ടിരിക്കത്തില്ല, ഉമിണ്ണുകളയുമെന്ന്. നീ ജീവിതത്തിൽ ഉഴപ്പി തള്ളി പോകുകയാണെങ്കിൽ അലസനായിട്ടും മടിയോട് ഉദാസനതയോടെ നാടോടുമ്പോൾ നടുക്കൂടെ കയറി ഓടുകയും ചേരത്തിൽ നിന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ നടുത്തുണ്ടം വെട്ടി അടിക്കുകയും നീ പ്രമാണം കാക്കാതെ വേർപാട് കാക്കാതെ ദൈവത്തെ ആരാധിക്കാതെ പ്രമാണത്തിൽ നിൽക്കാതെ നീ പോയാൽ അധിക നാള് നിന്നെ ഇവിടെ നിർത്തത്തില്ല, ഉമിണ്ട് കളയും. ഇതാണ് വാണിംഗ്. വാണിംഗ് എന്നല്ലേ മുന്നറിയിപ്പ്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, രോഗം തീരുകട്ടെ. പിന്നെ സ്തോത്രം. അതെ, ഞാന് അങ്ങ് നിർത്തുക, സമയമായില്ലേ? പോകാൻ ഗുണമാകാന്നൊക്കെ മതി. സ്തോത്രം. ഇവരെ വിവേചിച്ച കാര്യവും കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ആ വിവേചനമാണ് 17-ാം വാക്യം വായിച്ച വിവേചനം. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനില്ല എന്ന് വിവേചിച്ചു. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞാൽ ലവോദിക്ക സഭ ജയിക്കേണ്ട വിഷയമുണ്ട്. 7 സഭയ്ക്ക് ജയിക്കേണ്ട കാര്യമുണ്ട്. ആ ഒന്ന് കള്ളയപ്പോസ്തലന്മാരെ ജയിക്കണം, വാക്കുകൾ എടുപ്പിക്കുന്നില്ല. 2 യഹൂദന്മാരെന്ന് കള്ളം പറയുന്ന കുറെ ആൾക്കാരുണ്ട്, അവരെ ജയിച്ചോണം. 3 ബിലിയാമിന്റെ ഉപദേശത്തെ ജയിക്കണം. 4 നിക്കോലോവിയ ഉപദേശത്തെ അത് നന്നായിട്ട് ജയിക്കണം. 5 ഇസ്രായേലിന്റെ ശക്തിയെ ജയിക്കണം. 6 സാത്താന്റെ ആഴത്തെ ജയിക്കണം.
ജയിക്കണം, 7 സാത്താന്റെ പള്ളിക്കാരെ ജയിക്കണം. ഇതെല്ലാം ജയിക്കണം. ആ ജയിക്കുന്നവനെ പറ്റിയ 21 ജയിക്കുന്നവനെ ജയിക്കണം. അപ്പൊ എന്തിനൊക്കെ ജയിക്കണമെന്ന് ചോദിച്ചാൽ ഒന്ന്, അവനത് ഒരു കാര്യം പറയുക, ആത്മീക ദാരിദ്ര്യത്തെ ജയിക്കണം. ആത്മീയ പാപ്പരത്തെ ദാരിദ്ര്യം. അതാ നിവേദിച്ച് 17-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടില്ലെന്ന് പറഞ്ഞു പ്രശംസ. ഞാൻ ധനവാൻ, എനിക്കൊന്നിനും. അങ്ങനല്ലേ ഇപ്പൊ പെന്തിക്കോസുകാരും പറയാൻ, ഞാൻ ധനവാൻ. അതിന ഞങ്ങളാണ് വേൾഡിലെ നമ്പർ 1 അസംബ്ലീസ് ഓഫ് ഗോഡ്. ഞങ്ങളെല്ലാം ഇന്ന് ലോകത്തിലാരും ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ ഒരു സഭയിൽ 10 ലക്ഷം പേര്. ഞങ്ങളാണ് വേൾഡിലെ നമ്പർ 1. ആയിക്കോട്ടെ, ഞാൻ എതിർക്കുന്നില്ല. സ്ഥാപന വസ്തുക്കളും എല്ലാം ഡോക്ടർമാരും എഞ്ചിനീയേഴ്സും പ്രൊഫസേഴ്സ്, അതൊക്കെ നല്ല കാര്യം. ആഗോള വ്യാപകമായി എത്രയോ രാജ്യങ്ങളിലാണ് ഞങ്ങളുടെ സഭ ഇങ്ങനെ വിശദമായിട്ട് കിടക്കുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ്. അപ്പോൾ അടുത്ത സെക്ഷൻകാരൻ ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡ്. ഞങ്ങളാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കേരളത്തിൽ ഞങ്ങൾക്ക് 2 സ്ഥലമുണ്ട്. അല്ല, ഏരിക്കുമുണ്ട്, പുനലൂരുമുണ്ട്. അവിടെ വടക്ക് മലബാറിലെ VT അബ്രഹാം അവരുടെ ഉണ്ട്. ഇന്ത്യ ഒട്ടേക്കുണ്ട്. കേരളത്തിൽ 2 ചട്ടമൂടിന് 2 സ്ഥാനമാണ് കേരളത്തില്. ഇവിടെ തൊട്ട് മേളില്ല, തൊട്ടപ്പറ, ദൂരോട്ടൊന്നും പോകണ്ട. ഒന്ന് പിന്നെ പാക്കില്. ഞങ്ങളും അത്ര മോശമല്ല, സമ്പന്നനാണെന്ന് പറയുക. ഞങ്ങൾക്ക് ബിൽഡിങ്, ചർച്ചുകള്, അതിന്റെ ചുറ്റുപാടുകളെല്ലാം ഇവരില്ല. അപ്പോൾ ഇവരെ കടത്തി വെച്ചോട്ട് അടുത്ത് ഞങ്ങളാണ് ഇന്ത്യൻ പെന്തിക്കോസ്. പറയാനൊക്കെ വലിയ കാര്യത്തില്ല. ഇന്ത്യൻ പെന്തിക്കോസ് അപ്പന്മാരാണ് നമ്മുടെ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ. ആയിക്കോട്ടെ, കുമ്പനാണ് സ്ഥാനമായി, എതിർക്കുന്നില്ല. മലയാളി പെന്തിക്കോസിൽ നമ്പർ 1 ഞങ്ങൾ. എല്ലാരും ഒന്ന് പറയാ, ഞാൻ സമ്പന്നൻ, ധനവാൻ. അപ്പൊ ഇവരെ കിടത്തി വെട്ടിക്കൊണ്ട TPക്കാരൻ ഞങ്ങളാണ് മണവാട്ടി സഭ. ഇതിനെയൊന്നും അങ്ങോട്ട് കയറ്റുകയല്ല. പാതക്കൽ എഴുതി വെച്ചിരിക്കുക, വരിക കുഞ്ഞാടിന്റെ കാന്തയാ മണവാട്ടിയെ. അവര് അംഗീകരിക്കുന്നില്ല ചിലതിനെ. അപ്പൊ ഇടയ്ക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, കല്ലുമല. പേര് കല്ലുമല എന്നാണെങ്കിലും കാര്യം കൃത്യമാണ്. ഞാൻ പോയതിന്റെ ക്ഷീണം കൊണ്ടുവന്ന് അത് പോട്ടെ. അവര് ഓരോ സഭക്കാരും ഷാരോൺ തോമാചാനാണ് തുടങ്ങിയത് പറയാൻ ചുരുക്കം പേര് വായിട്ട. അതിന്റെ കാരണമൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമല്ലല്ലോ. സ്തോത്രം. ഇവരെല്ലാം പെന്തിക്കോസുകാരും പറയുന്നത്, ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും. സ്കൂളുണ്ട്, കെട്ടിടമുണ്ട്, ഹാളുണ്ട്, ആളുണ്ട്, ഓളമുണ്ട്, പാട്ടുകാര്, അത് ഇത് ഉണ്ട്, ഇഷ്ടംപോലെ. എതിർക്കുകയല്ല, ഇതെല്ലാം ഞങ്ങൾക്കുണ്ട്. ഞാൻ സമ്പന്നൻ, ധനവാൻ. ഞങ്ങൾക്കെല്ലാം ഉണ്ട്. സെമിത്തേരി, ഞങ്ങൾക്ക് 4 സെമിത്തേരി ഉണ്ടെന്ന്. ആയിക്കോട്ടെ, ഞങ്ങളുടെ സെമിത്തേരി കണ്ടാൽ തന്നെ ചാകാൻ തോന്നും. നല്ല കാര്യം, നല്ല കാര്യം. ഞാൻ സമ്പന്നൻ, ധനവാൻ, എനിക്കൊന്ന്. പക്ഷേ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ഈ സമ്പന്നനാന്ന് പറഞ്ഞ് പ്രശംസിച്ച് യവനെ എല്ലാം കൂടെ നോക്കിയപ്പോ കർത്താവ് എന്നാ പറഞ്ഞ, അഗ്നിജാലയ്ക്കുള്ള കണ്ണുള്ള നോക്കിയിട്ട് എന്നാ പറഞ്ഞത്? നീ നിർഭാഗ്യനോ, നിന്നെ പോലൊരു ഭാഗ്യദോഷി, നിന്നെ പോലൊരു ഭാഗ്യദോഷി, നീ നിർഭാഗ്യനും അരിഷ്ടനും. അയ്യോ, നിന്നെ പോലൊരു അരിഷ്ടൻ, പിന്നെ ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കുക. നീ ഇതൊന്ന് അറിഞ്ഞേച്ചു പോകണം. ഇന്ന് രാത്രി സമയം പോയി, എന്നാൽ ഇത് അറിഞ്ഞേച്ചു പോ. നിന്നെ പോലൊരു ഗതികാടി പിടിച്ചവൻ, നിർഭാഗ്യവാൻ, അരിഷ്ടൻ, അയ്യോ ഉടുതുണയില്ലാത്തവൻ. സ്തോത്രം. ഞാൻ നിങ്ങളെല്ലാം പ്രശംസിക്കുക. ഇല്ലേ? ഞങ്ങളുടെ സഭ, അയ്യോ ഞങ്ങളുടെ സഭയിൽ പറഞ്ഞ നമ്പർ 1. ഞങ്ങളുടെ സഭയിലെ എന്നതാടാ ചുമ്മാ കിടന്ന്. ഞങ്ങളുടെ സഭയിൽ ഇത്ര അമേരിക്കക്കാര്, ഗൾഫുകാര്, പേർഷ്യക്കാര്, ലണ്ടൻ, നാടൻ, നോർത്തൻ, ഇത്ര ഡോക്ടേഴ്സ്, ഇത്ര എഞ്ചിനീയേഴ്സ്, പ്രൊഫസേഴ്സ്. അതൊക്കെ നല്ല കാര്യം. നമ്മളങ്ങ് സ്വയപ്രശംസയിരിക്കുക. ഞങ്ങളുടെ സഭയിലാണ് കൂടുതൽ കൺവെൻഷൻ പ്രസംഗങ്ങള്. അങ്ങനെയൊക്കെ പറയാൻ ആൾക്കാരുണ്ട്. മറ്റേ സഭയില അവിടെ ആരില്ലെന്ന് കഴിവ് പറക്കാൻ 2 എണ്ണം. ഇവിടെ മിടുക്കന്മാരില്ല ഞങ്ങളുടെ സഭയിലാണ്. അങ്ങ് ധനവാനാകില്ല. പാട്ടുകാരില്ല ഞങ്ങളുടെ കൂടാണ്. സിസ്റ്റം അതൊക്കെ ഞങ്ങൾക്കാണ് സിസ്റ്റം.
ഞങ്ങളുടെ പാട്ടുകാർ ഹൈ പിച്ചില്ല. അയ്യോ, ഞാൻ വലിയ കൺവെൻഷൻ പ്രസംഗനാ, അങ്ങ് നെകളവാ. എന്നെ പോലെ പ്രസംഗിക്കുന്നവര് ഞാൻ നിന്നൊരു പിടി പിടിച്ച എന്റെ ഒപ്പം കയറി ആരും മിണ്ടുന്നില്ല. ഞാൻ പാടുന്നത് പോലെ ആരും ഇന്ന് ഇന്ത്യയില ചുമ്മാ അങ്ങ് ഇരുന്നങ്ങ് ചീർക്കുക, അറിവ് ചീർപ്പിക്കുക. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്തൊന്നും വന്ന് ഇരിക്കേണ്ട ആൾക്കാര് അല്ല. പിന്നെ എവിടാടാ ചുമ്മാ ഇതിനങ്ങ് ചീർക്കുക. ഞാൻ ധനവാൻ, സമ്പന്നൻ, സ്തോത്രം. തമ്പുരാൻ അക്കറിയാലൊക്കെയുള്ള കണ്ണുകൊണ്ട് നോക്കി വെച്ച് പറയുക, നീ നിന്റെ ബിൽഡിങ്ങും കാശും ആളും മേളവും കണ്ടായി നേളിക്കുന്നത്. നിന്നെ പോലെ അരിഷ്ടൻ കേടുകേടി പിടിച്ചവൻ നീ നഗ്നൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനും നിങ്ങളും ദൈവത്തിങ്കിലേക്ക്, വചനത്തിങ്കിലേക്ക്, പ്രമാണത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുക. നീ സമ്പന്നനാകണം. രണ്ട് കാര്യം പറഞ്ഞു നിർത്തുക. എന്തിനൊക്കെയാ സമ്പന്നനാകേണ്ടത്? വാക്യങ്ങൾ എടുത്ത് ഞാൻ അധികം വായിപ്പിക്കുന്നില്ല, എങ്കിലും ഒന്ന് വായിച്ചോ. ദൈവിക വിഷയത്തിൽ സമ്പന്നനാകണം. ലൂക്കോസിന്റെ സുവിശേഷം 12:21. പെട്ടെന്ന് നിർത്തിയേക്കാം, വാക്യം പറഞ്ഞങ്ങ് വിടാം, വിശദീകരിക്കുന്നില്ല. ലൂക്കോസ് 12:20. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഒന്ന്, ദൈവിക വിഷയത്തിൽ സമ്പന്നനാകണം. ബിൽഡിംഗ് കണ്ടും FD കണ്ടും കാറിന്റെ വകുപ്പേം ഇമ്പാല കാറുണ്ട്, BMW ഓടും. ആരാധനയ്ക്ക് വരുമ്പോൾ ചാവി ഇട്ട് കറക്കുക, കണ്ടോളാൻ എന്റെ ഇമ്പാല. എടാ, ഞാനും നിങ്ങളും ദൈവിക വിഷയത്തിൽ സമ്പന്നരാകണം. ചാവി ഇട്ട് കിടക്കുന്ന പലർക്കും പുസ്തകക്രമം പോലെ പറഞ്ഞാൽ നഹും വരുമ്പോഴാണെന്ന് കുഴയുക. ഇപ്പോഴും ഒരു വാക്യം ചൊവ്വന് നേരും ചൊവ്വനും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാൻ പറ്റില്ല, പ്രാർത്ഥിച്ച് നിർത്താൻ അറിയാൻ പറ്റില്ല. ആശീർവാദം പറയുമ്പോൾ പിന്നെ ആശീർവാദം പ്രാർത്ഥനയായിട്ട് തീരുക. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൃപയും ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ രാവിലെ മുതൽ കൂടി വന്ന് പിന്നെ മൂപ്പിലാടം ജപ്പായി പിടിച്ച് മിണ്ടുന്നില്ല. നഗരത്തിന് യാതൊരു കുറവുമില്ലല്ലോ. ദൈവിക വിഷയത്തിൽ സമ്പന്നനാകണം. ദൈവത്തിന്റെ മകത്ത് രണ്ടാമത് സമ്പന്നനാകേണ്ടത് വിശ്വാസത്തിൽ സമ്പന്നനാകണം. ആ 2:5 വായിച്ച യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ച് വിശ്വാസത്തിൽ സമ്പന്നനാകണം. 2:5 യാക്കോബ് 2:5. പ്രിയ സഹോദരന്മാരെ, കേൾപ്പിൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും നമ്മുടെ ദാരിദ്ര്യം ഒന്ന് മാറണം. ഒന്നാമത്തെ ആ ദാരിദ്ര്യം മാറി സമ്പന്നരാകണം. ഒന്ന്, അവൻ ദൈവിക വിഷയത്തിൽ സമ്പന്നരാകണം. നീ വചനം പഠിക്കണം, പിള്ളേരെ വചനം പഠിപ്പിക്കണം, സൺഡേ സ്കൂൾ മുടക്കരുത്. കൊച്ചുങ്ങളെ വചനം പഠിപ്പിക്കണമെന്ന് ഞാൻ ഞങ്ങളുടെ സമയം പറയാം. കാരണം അനുസരണം ഒന്നും മിക്കതിനില്ല. എടാ, അമ്മമാർക്ക് അതിനുള്ള കാര്യം ദൈവം തന്നിരിക്കുന്നത്. കാരണം പറയാം, അമ്മയല്ലയോ കൊച്ചുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത്. ഒന്നുമില്ല 3 നേരം. എത്ര നേരം കഴിക്കുമ്പോളെ? 2 നേരമാണോ 3 ആണോ 4 ആണോ? കൊച്ചേ, നീ ഒരു ദിവസം എത്ര നേരം കഴിക്കും? രാവിലെ കഴിക്കുമോ? അല്ലേ, രാവിലെയും കഴിക്കും. രാവിലെ കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, വൈകിട്ട് കഴിക്കും. അരി ബന്ധമെന്നെല്ലാം പിടിച്ച് ഞക്കണ്ടല്ലോ. 3 നേരം. അതിന്റെ വകുപ്പ് പറയാം. 3 നേരം അമ്മമാര് കുഞ്ഞുങ്ങൾക്ക്, പിന്നെ അല്ലാതെയും കൊടുത്തോ. ഞാനല്ലല്ലോ, നിങ്ങളല്ലേ കൊടുക്കുന്നത്. അപ്പം കുറഞ്ഞത് 3. ഈ 3 നേരം കൊടുക്കുമ്പം ഈ മൊത്തം 7 ദിവസമാവും ഒരാഴ്ച. 6 ദിവസം എടുക്കാം. 3 6 18. 3 18 ഈ ആഹാരം കൊടുക്കുമ്പോ അമ്മ തിങ്കളാഴ്ച ഒരു വാക്യം പഠിപ്പിക്കണം. അമ്മമാര് അത് ആഹാരം കഴിക്കുന്നതിന് മുന്നേ പറയണം. മോളെ എന്ന് പറയല്ലേ, ചൊല്ലിക്കൊടുക്കണം. ഒരു ദിവസം 3 നേരം ചൊല്ലും. അത് 6-ാമത്തെ ദിവസം ആകുമ്പോൾ ഈ വാക്യം കാണാതെ പഠിക്കും. മനസ്സിലായോ? അപ്പൊ ഞായറാഴ്ച സമയം വരുമ്പം കൊച്ച് തപ്പും തടലുമില്ലാതെ വാക്യം പറയും. ഇല്ലേ കൊച്ചിങ്ങനെ ഇടയ്ക്കൊന്ന് പറഞ്ഞതുള്ളൂ, ദൈവിക വിഷയത്തിൽ സമ്പന്നരാകണം.
രണ്ട്, അവൻ വിശ്വാസത്തിന്റെ വാക്കേ പറയാവൂ. എന്റെ ദൈവം എന്നെ വിടുവിക്കും, എന്റെ യേശു എന്നെ രക്ഷിക്കും, എന്റെ പ്രശ്നങ്ങൾക്ക് എന്റെ ദൈവം പരിഹാരം നൽകും, ഈ രോഗം എന്റെ ദൈവം സൗഖ്യമാക്കും. ഇന്ന് രാത്രി പീഡയോടെ, മനപീഡയോടെ, ദുഃഖത്തോടെ വന്നവർ വിശ്വാസത്തിന്റെ വാക്ക് പറ. ഇന്ന് രാത്രി എന്റെ യേശു എന്നെ രക്ഷിക്കും, എന്റെ യേശു എന്നെ വിടുവിക്കും. ഈ രോഗം മരണത്തിനല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വൈദ്യരെ വിശ്വാസത്തിൽ സമ്പന്നരാകണം. വേണ്ട, ഞാൻ പുസ്തകം മടക്കി നിങ്ങൾ വിഷമിക്കേണ്ട. പുസ്തകം എല്ലാം മടക്കി. സ്തോത്രം. ഒന്ന്, ദൈവിക വിഷയത്തിൽ സമ്പന്നരാകണം. രണ്ട്, വിശ്വാസത്തിൽ സമ്പന്നരാകണം. മൂന്നാമത്തെ വാക്യം വായിപ്പിക്കുന്നില്ല, പറഞ്ഞേക്കാം. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6:17 മുതൽ പഠിക്കുമ്പോൾ ഇങ്ങനെ, സൽപ്രവർത്തികളിൽ സമ്പന്നരാകണം. ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ആകയാൽ നമ്മുടെ ആത്മീക ദാരിദ്ര്യമെല്ലാം ഒന്ന് മാറി സൽപ്രവർത്തികളിൽ സമ്പന്നരായി, വിശ്വാസത്തിൽ സമ്പന്നരായി, ദൈവിക വിഷയത്തിൽ സമ്പന്നരായി, കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. എന്റെ ദൈവമേ, എന്റെ ആത്മീക ദാരിദ്ര്യത്തെ മാറ്റി വിശ്വാസത്തിൽ എന്നെ സമ്പന്നനാക്കി തീർക്കണം. സൽപ്രവർത്തികളെ സമ്പന്നരാക്കി തീർക്കണം. ദൈവിക വിഷയത്തിൽ എന്നെ സമ്പന്നരാക്കണം. എല്ലാവരും അല്പസമയം ദൈവത്തെ ആസ്വദിക്കാം. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും ദൈവത്തെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, തിരസ്കരിക്കപ്പെട്ട യേശുവിന്റെ വെളിപ്പാട് അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. പഴയ പാട്ടിന്റെ 2 ചരണമേ പാടുന്നുള്ളൂ. ഇരുന്നോണ്ട് പാടിയാ മതി, എഴുന്നേക്കണ്ട. എഴുന്നേറ്റ് പറഞ്ഞ അവരെല്ലാവരും പിന്നെ ഇതൊക്കെ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യണം. ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. അപ്പൊ എഴുന്നേറ്റ് പോകുന്നവരെ എനിക്കൊന്ന് കാണുകയും ചെയ്യാം. പിന്നെ 2 ശീല പറയരുത്. അപ്പൊ നമ്മൾ ഇരുന്നുകൊണ്ട് 2 ശീല പാട്ട് പാടാം. നടുവിൽ നടക്കിന്റെ രാജൻ വരുന്നു, പറന്നു പോവാനൊഴിഞ്ഞു. ഓ മാറിടാത്തവൻ സത്യവാ, മാറിടാത്തവൻ സത്യവാ. ഓ നിത്യജീവൻ ഇതുവരെയും എന്നെ ശ്രദ്ധിച്ചിരുന്ന എല്ലാ ബഹുമാനരായ പ്രിയപ്പെട്ട വിശേഷിച്ച് കർത്താവിന്റെ ദാസന്മാർ PK ഘോഷി അവർക്ക് അടക്കമുള്ള ദൈവദാസന്മാർക്ക് നന്ദി. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റോ. എഴുന്നേക്കാൻ ഒരുങ്ങിയതല്ലേ?